നമ്മൾ പലരുടെയും ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തമിഴ് കഥയുമായിട്ട് പോവാം. പലരുടെയും ജീവിതവുമായിട്ട് കണക്ട് ചെയ്യും, പലരുടെയും ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു തമിഴ് കഥ. അത് പ്രത്യേകിച്ച് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ തികച്ചും ഒരു കഥയായിട്ട് തന്നെ എടുക്കണം. നടന്ന കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ഒരു കഥ. പക്ഷെ ഒരുപാട് നമ്മളുടെ ലൈഫുമായിട്ട്, പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് ലൈഫുമായിട്ടൊക്കെ ഒരുപാട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു രസകരമായിട്ടുള്ളൊരു കഥ. അതോടൊപ്പം തന്നെ ആ കഥ നമുക്ക് ശരിക്കും പാഠമായി മാറേണ്ട ഒരു കഥയാണ്. രണ്ട് ചെറുപ്പക്കാർ, തമിഴ്നാട്ടിലെ രണ്ട് ചെറുപ്പക്കാരാണ്, ചിന്നസ്വാമി പൊന്നുസ്വാമി എന്നുള്ള പേരുള്ള രണ്ട് ചെറുപ്പക്കാർ. ഈ രണ്ട് ചെറുപ്പക്കാരുടെ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിലല്ല, അടുത്തടുത്ത ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്, ജീവിക്കുന്നത്. അടുത്തടുത്ത ഗ്രാമത്തിൽ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ രണ്ട് കൂട്ടുകാരും ഒരു ഫാക്ടറിയിൽ കുറച്ചു കാലമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാക്ടറിയിൽ കുറച്ചു കാലമായിട്ട് ഒരുമിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കഠിനമായ ജോലികളുള്ള ഒരു സ്ഥലമാണ്. അതിരാവിലെ ജോലി തുടങ്ങിയ രാത്രിയാവും ജോലി കഴിയണമെങ്കിൽ. അതുവരെ വലിയ റെസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഹാർഡ് വർക്ക് ഉള്ള ഒരു സ്ഥലമാണ്. കാര്യമായിട്ടുള്ള തമിഴ്നാടാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. വലിയ രീതിയിലുള്ള വരുമാനമൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അത്യാവശ്യം അവരുടെ ജീവിതം, കുടുംബം അല്ലല്ലില്ലാതെ, കഷ്ടപ്പാടില്ലാതെ ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ ഈ ചിന്നസ്വാമിക്കും പൊന്നുസ്വാമിക്കും മനസ്സിലായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതം ഇങ്ങനെ അങ്ങ് അവസാനിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ, കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ജീവിതത്തിനെ പറ്റി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. രക്ഷപ്പെടണം എന്നുള്ള പ്രതീക്ഷയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്നും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. നമ്മളിങ്ങനെ അത് ഡിസ്കഷൻ മുഴുവൻ ലഞ്ച് ടൈമിലാണ്. ലഞ്ച് സമയത്ത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ആ ഫാക്ടറിയിൽ ഒരു ബ്രേക്ക് ഉണ്ട്. ആ ഒരു സമയം മാത്രമേ ബ്രേക്ക് ഉള്ളൂ. ബാക്കി എല്ലാം ചെറിയ ചെറിയ ബ്രേക്കുകളാണ്. വലിയ ഹാർഡ് വർക്കുള്ള ജോലിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആകെ കിട്ടുന്ന ആ ഒരു ലഞ്ച് ടൈമിലാണ്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർ ഇതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അവരുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ രക്ഷപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമാണ് അവരുടേത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു. പല പല ആശയങ്ങളും വരുന്നു. പക്ഷേ അപ്പോഴൊക്കെ എന്തൊക്കെയോ ഇവരെ തടയുന്നു. അവിടുന്ന് പുറത്തിറങ്ങി ജോലി ഉപേക്ഷിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ജോലി ഉപേക്ഷിക്കണം, ജോലിയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും, ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തിക്കഴിയുമ്പോൾ, രണ്ടുപേരും അവരവരെ ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ പിന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ഷീണിച്ച് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്താൽ മതി, കിടന്നാൽ മതി എന്നുള്ള മട്ടിലായിരിക്കും അവർ പോകുന്നത്, വീട്ടിലെത്തിച്ചേരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു, എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഇവിടെ ഇങ്ങനെ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ പണിയെടുത്ത് തീരുള്ളൂ. പക്ഷെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല, വീട്ടിലെ കാര്യങ്ങളും അങ്ങനെ നടന്നു പോയിക്കോളും. അതിനപ്പുറത്തേക്ക് വേറെ വലിയ വലിയ നേട്ടങ്ങളും സ്വപ്നങ്ങളൊന്നും, മീൻസ് ആഗ്രഹങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല, ജീവിതം കഴിഞ്ഞു പോകുന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ പല വഴികൾ ആലോചിക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള പല വഴികൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കുറേ വർഷങ്ങൾ ഇങ്ങനെ കടന്നു പോയപ്പോൾ അവർക്ക് മനസ്സിലായി, കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇനി ഈ ജോലിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ജീവിതം ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ ഒരൊറ്റ വഴിയുള്ളൂ, ഈ ഫാക്ടറിയിലെ ജോലി നിലനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് അഡീഷണൽ ഒരു ഇൻകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. കാരണം അത്രയ്ക്ക് ടയേർഡായിട്ട്, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ലീവ് ഉള്ളൂ. ആ ദിവസങ്ങളിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്നതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല, വേറെ ഒരു ബിസിനസ്സോ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു മാറ്റം വരണമെങ്കിൽ ഈ ജോലി നിർത്തിയാലേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ കുറെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അവർക്ക്, ഗ്രാമത്തിലുള്ള ആളുകളാണ്, അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല, ആശയങ്ങളും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവർക്കൊരു ആലോചന, കുറേ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കൊരു ആലോചന വന്നു, പശുക്കളെ മേടിച്ച് വളർത്തിയാലോ, കുറച്ച് പശുക്കളെ മേടിച്ച് വളർത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആദായം കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നവർക്ക് മനസ്സിലായി. അങ്ങനെ ഒരു ചിന്ത വന്നു. കാരണം ഗ്രാമമായതുകൊണ്ട് അതൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാക്കി. അവരങ്ങനെ തീരുമാനിക്കുകയാണ്, ഞങ്ങൾ പശുക്കളെ വാങ്ങിയിട്ട് വളർത്താം, ഇനിയുള്ള ജീവിതം നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാൻ നോക്കാം. ഈ ഫാക്ടറിയിലെ ജോലിയുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ രക്ഷയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് പശുക്കളെ മേടിച്ച് വളർത്തിയിട്ട് നമുക്ക് ലൈഫിൽ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കാം എന്നുള്ള ചിന്ത. അങ്ങനെ അവർ തീരുമാനം എടുക്കുന്നു. അതായത് അടുത്ത ദിവസം മുതൽ നമ്മൾ ഫാക്ടറിയിലേക്ക് ജോലിക്ക് വരണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും പശുക്കളൊക്കെ മേടിച്ച് വളർത്തി നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ അവർ അടുത്ത ദിവസം, ചന്തയുള്ള ദിവസം, നമുക്കറിയാം തമിഴ്നാട്ടിലേക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇത്രയും ചന്തകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചന്തയുള്ള ദിവസം നമുക്ക് ചന്തയിൽ വെച്ച് മീറ്റ് ചെയ്യാം. അന്ന് അത് കുറച്ച് പഴയ കാലത്തെ ഒരു കഥയാണ്, അതുകൊണ്ട് തന്നെ ഫോണും മറ്റു കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ലാന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചന്തയിൽ വെച്ച് രാവിലെ മീറ്റ് ചെയ്യാം. അതിനുശേഷം പശുക്കളെ വാങ്ങിയിട്ട് നമുക്ക് പശുക്കളെ വളർത്തിക്കൊണ്ട് ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം
കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിൽ രണ്ടുപേരും കൂടെ, അതായത് ചിന്നസ്വാമിയും പൊന്നുസ്വാമിയും കൂടെ തീരുമാനിച്ചു. അവര് ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു പോകുന്നു. അപ്പൊ ഈ ചന്തയുള്ള ദിവസം ചിന്നസ്വാമി ചന്തയിൽ രാവിലെ തന്നെ വന്നെത്തി. രാവിലെ വന്നെത്തിയിട്ട് കൂട്ടുകാരൻ പൊന്നുസ്വാമിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കുറേ നേരം കാത്തിരുന്നു, വരുന്നില്ല. കോണ്ടാക്ട് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. കാരണം ഗ്രാമം ഇന്ന ഗ്രാമത്തിലാണെന്ന് അറിയാം, പക്ഷെ വീട് എവിടെയൊന്നും കൃത്യമായിട്ടൊന്നും അറിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ആ ഫാക്ടറിയിൽ വെച്ചുള്ള പരിചയവും അവിടെയുള്ള സൗഹൃദവും അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോകാനുള്ള സാഹചര്യങ്ങളോ സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കണക്ഷൻസ് ഒന്നുമില്ല. ഇന്ന ഗ്രാമത്തിലാണ് ആളുള്ളതെന്ന് അറിയാം, അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല അന്ന് അങ്ങനെയുള്ള ഒരു കാര്യം. അപ്പോൾ ഉച്ചവരെയായിട്ടും ഈ ചിന്നസ്വാമി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, പൊന്നുസ്വാമിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല അവൻ വന്നിട്ട് വേണം രണ്ടുപേർക്കും കൂടെ പശുക്കളെ നോക്കി സെലക്ട് ചെയ്തിട്ട് വാങ്ങിക്കൊണ്ട് പോകാൻ. അപ്പോൾ ഉച്ചവരെയായിട്ടും ഒരു രക്ഷയില്ല. ഈ പൊന്നുസ്വാമി വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ചിന്നസ്വാമിക്ക് മനസ്സിലായി ഇനി അവൻ വരാൻ ചാൻസ് ഇല്ല, ഇനി നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കാര്യം കൂടെ അവതാളത്തിലാകും എന്ന് മനസ്സിലാക്കിയപ്പോൾ പൊന്നുസ്വാമി എന്ത് ചെയ്തു, ചിന്നസ്വാമി എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലുണ്ടായിരുന്ന പൈസ കൊണ്ട് 3 വ്യത്യസ്ത പ്രായത്തിലുള്ള 3 പശുക്കളെ വാങ്ങി. അതായത് ഒരു ചെറിയ പ്രായത്തിലുള്ള ഒരു പശു, ഒന്നും കൂടെ ഒരു ഇടത്തരം ഒരു പ്രസവിക്കാറായിട്ടുള്ള ഒരു പശു, അതുപോലെ കുറച്ചും കൂടെ പ്രായമുള്ള, അങ്ങനെ 3 തരത്തിലുള്ള പ്രായത്തിലുള്ള 3 പശുക്കളെ വാങ്ങി വീട്ടിലേക്ക് പോയി. അന്ന് മുതൽ ആ പശുവിനെ വാങ്ങി ചിന്നസ്വാമി വീട്ടിലേക്ക് പോയ ആ നിമിഷം മുതൽ ചിന്നസ്വാമി തിരക്കുള്ള ഒരാളായി മാറുകയാണ്. കാരണം തിരക്കുള്ള ആളായി മാറുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പശുക്കളെ അവർക്ക് വേണ്ട തൊഴുത്ത് റെഡിയാക്കണം, തൊഴുത്ത് അവരെ താമസിപ്പിക്കാനുള്ള തൊഴുത്ത് റെഡിയാക്കണം, ഇവരെ കുളിപ്പിക്കണം, അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട ഈ പുല്ല് വൈക്കോല്, അതുപോലത്തെ അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വേണം, വെള്ളം റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ ആ ചിന്നസ്വാമിയുടെ സംബന്ധിച്ചോളം ഭയങ്കര തിരക്കുള്ള ജീവിതത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഈ പല പ്രായത്തിലുള്ള പശുക്കളായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഈ ചിന്നസ്വാമിയെ സംബന്ധിച്ചിടത്തോളം പാല് കറന്ന് അതിനോടുള്ള വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയപ്പോഴേക്ക് ചിന്നസ്വാമിക്ക് മനസ്സിലായി ഈ പാല് മാത്രമല്ല, പാല് കറന്ന് നേരെ അവരുടെ ചന്തയിൽ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കുക എന്നുള്ള പ്രക്രിയ മാത്രമല്ല, വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള ചിന്ത ചിന്നസ്വാമിയിലേക്ക് വരുന്നു. അങ്ങനെ പാല് മാത്രമല്ലാത്ത പാലിന്റെ പല പ്രൊഡക്റ്റുകളും ഉണ്ടാക്കി കൊടുത്തു തുടങ്ങി. അതായത് ഈ വെണ്ണ, നെയ്യ്, അതുപോലെ മോര്, ഇത്തരം കാര്യങ്ങളൊക്കെ പാലിൽ നിന്നുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഡെറിവേറ്റീവ്സ് ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി ചിന്നസ്വാമി ഈ അവിടെയുള്ള ആ ഗ്രാമത്തിൽ പല പല കടകളിലായിട്ട് കൊണ്ടു കൊടുത്തു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൂടെയുള്ള സാമ്പത്തികം വന്നുകയും അതോടൊപ്പം തന്നെ ചിന്നസ്വാമി വീണ്ടും കുറച്ച് പശുക്കളെയും കൂടെ വാങ്ങി കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും കുറച്ച് പശുക്കൾ കൂടെ വാങ്ങിയപ്പോൾ ചിന്നസ്വാമിയുടെ കൂടെ, അതായത് ചിന്നസ്വാമിയെ സംബന്ധിച്ചോളം ഫാക്ടറി ജോലി ഉപേക്ഷിച്ചിട്ടാണ് ഈ പണിക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ സമയത്തൊക്കെ വീട്ടുകാർക്ക് ഒരു എതിർപ്പുണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടുന്ന് കിട്ടുന്ന അതുപോലെ തന്നെ വരുമാനം ഈ പശു കൃഷിയിൽ നിന്നൂടെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വീട്ടുകാരും വൈഫും അതുപോലെ തന്നെ മാതാപിതാക്കളൊക്കെ സപ്പോർട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ പശുക്കളുടെ എണ്ണം കൂടുന്തോറും ഇവരെ സംബന്ധിച്ചോളം വരുമാനം കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും ഈ ചിന്നസ്വാമിനെ സഹായിച്ചു തുടങ്ങി, വേണ്ട ജോലിയിലേക്കെല്ലാം സഹായിച്ചു തുടങ്ങി, പശുക്കളെ നോക്കുന്നു, അങ്ങനെയുള്ള സഹായിച്ചു തുടങ്ങി. അപ്പോൾ അവരുടെ ജീവിതം വളരെ രസകരമായിട്ടും വളരെ സന്തോഷകരമായിട്ടും മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ പശുവിന്റെ പാലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമല്ലാതെ ഈ പാലുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സബ് പ്രോഡക്റ്റുകളും ഉണ്ടാക്കുന്ന മോര്, തൈര്, വെണ്ണ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് അത്യാവശ്യം അതിൽ ചാണകം ഉണ്ടാക്കിയിട്ട് അത് ഇങ്ങനെ ഉണക്കി പൊടിച്ച് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ആക്കി മാറ്റി അങ്ങനെ പല രീതിയിലൂടെ ഇവർ ഇതിനകത്തുള്ള ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു, വരുമാനം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അപ്പോൾ കാലക്രമേണ പോകുന്തോറും ഇത് നല്ലൊരു വരുമാനമായി മാറുന്നു. അവരെ സംബന്ധിച്ചോളം പശുക്കളുടെ എണ്ണം കൂടി 3 പശുക്കളിൽ നിന്ന് വലിയ രീതിയിലുള്ള ഒരു ഫാം എന്നുള്ള രീതിയിലേക്ക് ഈ ചിന്നസ്വാമി വളർന്നു വരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീട്ടുകാരെ കൊണ്ട് മാത്രം പറ്റില്ല, സഹായിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഈ ചിന്നസ്വാമിയെ സംബന്ധിച്ചിടത്തോളം നല്ല കുറച്ച് ജോലിക്കാരെ നിർത്തി പശുവിന്റെ കാര്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ജോലിക്കാരെ നിർത്തി ഇതിന്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്ന ലെവലിലേക്ക് ചിന്നസ്വാമി വളർന്നു. അപ്പോൾ വീട്ടുകാർക്കും ഓട്ടോമാറ്റിക്കായിട്ട് പണിക്കാരെ കാര്യങ്ങൾ നോക്കണം, പണിക്കാർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം, ഇങ്ങനെ രീതിയിലേക്ക് വളർന്നു. പതുക്കെ ചിന്നസ്വാമിക്ക് കുറേ സമയം ഫ്രീ കിട്ടി തുടങ്ങിയപ്പോൾ ചിന്നസ്വാമി ഒരു അഡീഷണൽ ആയിട്ട് ഈ പശുകൃഷി ഫാം മാത്രമല്ല അത് വേറെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലേക്ക് ആ ഗ്രാമം അറിയാം, തമിഴ്നാട്ടിലെ ഗ്രാമം നമുക്കറിയാവുന്നതാണ്, വലിയ രീതിയിൽ സ്ഥലങ്ങളൊക്കെ ഉള്ള ലാൻഡൊക്കെ ഉള്ള സ്ഥലമാണ് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ എന്തെങ്കിലും കൃഷികളും കൂടെ തുടങ്ങാം എന്നുള്ള രീതിയിലേക്ക് ചിന്നസ്വാമി ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ പശു വളർത്തൽ ഫാം കൂടാതെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം 1-2 കൃഷിയും കൂടെ ആരംഭിക്കുന്നു. അങ്ങനെ അവിടെയും ആ കൃഷിയിലും നല്ല കഠിനാധ്വാനി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത്, ഒരു വളർച്ച ഈ ചിന്നസ്വാമിക്ക് ഉണ്ടാവുകയാണ്. അങ്ങനെ
വളർന്നു വന്നു, വലിയ രീതിയിൽ പണമുണ്ടായി, വലിയ രീതിയിൽ സമ്പത്തുണ്ടായി, നല്ല വീട് വെച്ചു, അതുപോലെ തന്നെ വാഹനങ്ങൾ, സ്വന്തം ആവശ്യങ്ങൾക്ക് ഒന്നിലധികം കാറുകൾ, അതുപോലെ തന്നെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഫാമുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കൊക്കെ കാറുകൾ, അങ്ങനെ വലിയ രീതിയിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ, കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ വലിയ രീതിയിൽ സമ്പത്തുണ്ടാക്കുകയാണ് ഈ ചിന്നസ്വാമി എന്നുള്ള വ്യക്തി. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഇടയ്ക്ക് സുഹൃത്തിനെ പറ്റി ആലോചിക്കാറുണ്ട്, അവരിപ്പോൾ എങ്ങനെ എത്തിയിട്ടുണ്ടാവും എന്നൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും അന്വേഷിക്കാൻ, അവിടെ ഒന്ന് പോകാനുള്ള സമയമില്ല. കാരണം അത്രയും ഹാർഡ് വർക്കാണ് പുള്ളിയെ സംബന്ധിച്ചോളം, അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹം കുറച്ച് കാലങ്ങൾക്ക് ശേഷം വലിയ രീതിയിൽ സമ്പത്തുണ്ടായി, ഒത്തിരി ആളുകൾക്ക് ജോലി കൊടുക്കുന്നു, ഒത്തിരി ആളുകളുടെ ലൈഫ് ഈ ചിന്നസ്വാമി മൂലം മാറി. അതുപോലെ തന്നെ വലിയ രീതിയിൽ സമ്പത്തും വീടും വാഹനങ്ങളും മറ്റു കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ആയി. ഒരു ദിവസം സ്വന്തം കാറിൽ ഇങ്ങനെ യാത്ര പോയപ്പോൾ അപ്പോഴാണ് ഈ കൂട്ടുകാരൻ, നേരത്തെ ഉണ്ടായിരുന്ന ഫാക്ടറിയിൽ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ടായിരുന്ന കൂട്ടുകാരന്റെ നാട്ടിലൂടെ ചിന്നസ്വാമിക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നു. പെട്ടെന്ന്, അതിനു മുമ്പ് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആ വഴി പോകുമ്പോഴൊന്നും ഈ കൂട്ടുകാരന്റെ ഓർമ്മ വരാറില്ല. കാരണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകും, ആ ആവശ്യം നടപ്പാക്കിക്കൊണ്ട് തിരിച്ചു വരും. അങ്ങനെ തിരക്ക് പിടിച്ചൊരു ജീവിതം ആയതുകൊണ്ട് തന്നെ അവിടെ മറ്റൊന്നും നോക്കാറില്ല. അപ്പൊ അങ്ങനെ ചിന്നസ്വാമി ആ ഒരു സമയത്ത് അത്യാവശ്യം ഫ്രീ ആണ്, എല്ലാ കാര്യങ്ങൾക്കും ആളുകളുണ്ട്, അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫ്രീ ആണ്. അപ്പോൾ പെട്ടെന്ന് ആ ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് പഴയ പൊന്നുസ്വാമി എന്ന് പറയുന്ന കൂട്ടുകാരനെ പറ്റി ഓർക്കുന്നത്. പൊന്നുസ്വാമി എന്നുള്ള കൂട്ടുകാരനെ പറ്റി ഓർക്കുന്നത്. വലിയ തിരക്കില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ ആ ചിന്നസ്വാമി അവിടെ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ അന്വേഷിക്കുന്നു. ഇവിടെ പൊന്നുസ്വാമി എന്ന് പറയുന്ന ഇന്ന ഫാക്ടറിയിൽ നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന പൊന്നുസ്വാമി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു, ആളെ കാണാൻ വന്നതാണ്, അയാളുടെ വീട് എവിടെയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട്, തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും നന്നായിട്ട് അറിയാം. പൊന്നുസ്വാമിയുടെ വീട് ചിന്നസ്വാമി കണ്ടുപിടിക്കുന്നു. പൊന്നുസ്വാമിയുടെ വീട്ടിലേക്ക് എത്തുന്നു. ചിന്നസ്വാമി എത്തുന്നു. പൊന്നുസ്വാമി അവിടെ ഉണ്ട്. വീട്ടിൽ ചെന്നപ്പോൾ പൊന്നുസ്വാമിക്ക് ആദ്യം മനസ്സിലായില്ല, ഇത് ആരാ വരുന്നത് മനസ്സിലായില്ല. വലിയൊരു കാറിലാണ് വരുന്നത്, നല്ല വില കൂടിയ ഡ്രസ്സുകൾ, ആളുടെ ഷേപ്പും ആ രൂപവും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ടായിരുന്നു. പഴയ കൂട്ടുകാരനായിട്ടുള്ള ചിന്നസ്വാമിയാണ് വരുന്നത് എന്ന് പൊന്നുസ്വാമിക്ക് മനസ്സിലായതേ ഇല്ല. പക്ഷേ ചിന്നസ്വാമിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി പൊന്നുസ്വാമിയാണ് നിൽക്കുന്നത്. കാരണം ഒരു വ്യത്യാസവും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ജീവിതത്തിലും ഒരു വ്യത്യാസവും ഉള്ളതായിട്ട് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല താനും. അപ്പോൾ ചെന്ന പാടെ തന്നെ പറയുന്നു, പൊന്നുസ്വാമി, ഇത് ഞാൻ നിന്റെ കൂട്ടുകാരൻ, പഴയ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നല്ലോ, ഞാൻ ചിന്നസ്വാമിയാണ്, നിനക്ക് എന്നെ മനസ്സിലായില്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു. അപ്പോൾ പൊന്നുസ്വാമി അന്തം വിടുകയാണ്. കൂട്ടുകാരനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് വലിയ മാറ്റങ്ങളാണ് ഈ ചിന്നസ്വാമിയുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പൊന്നുസ്വാമി പറഞ്ഞു, അയ്യോ, എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞില്ല കേട്ടോ, എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം, എങ്ങനെ പോകുന്നു? അപ്പൊ ചിന്നസ്വാമി ആദ്യം ചോദിച്ചത്, നീ അന്ന് ചന്തയിൽ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ച വരെ നിന്നെ നോക്കിയിരുന്നു, നീ എന്താ വരാതിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചോദ്യത്തോടു കൂടിയാണ്, അതായത് ഈ ചോദ്യമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത്, ബാക്കി ഒന്നിലേക്കും കടന്നില്ല ചിന്നസ്വാമി. എന്താണ് നീ അന്ന് വരാതിരുന്നത്? ഞാൻ നിന്നെ കാത്ത് ഉച്ച വരെ ഇരുന്നു, അത് കഴിഞ്ഞിട്ട് നീ വരുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വന്ന കാര്യം നടത്തിയിട്ട് പോകണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ 3 പശുക്കളെ മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. നിന്നെ അന്വേഷിക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല, നല്ല തിരക്കായിരുന്നു, പശുക്കളെ വളർത്തി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല തിരക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പൊന്നുസ്വാമി പറഞ്ഞു, നമ്മൾ അന്ന് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പശുക്കളെ വാങ്ങാൻ ചന്തയിൽ പോയി വാങ്ങാൻ തീരുമാനിച്ചിരുന്നല്ലോ അന്ന്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഞാൻ ഇതിനെപ്പറ്റി വീട്ടുകാരോടും എൻ്റെ ഭാര്യയോടും എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തി. കാരണം അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ, ഇപ്പോൾ ഉള്ള ജോലിയാണെങ്കിൽ സ്ഥിര വരുമാനമുള്ള ജോലിയാണ്, നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞാൽ പോകും. എന്തിനീ അറിയാത്ത പണിക്ക് പോകുന്നത്? അതായത് അറിയുന്ന പണി ഉപേക്ഷിച്ച് അറിയാത്ത പണിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിനക്കാണെങ്കിൽ പശുക്കളെ നോർത്താനോ അല്ലെങ്കിൽ അയാൾ വളർത്താനോ അവരെങ്ങനെ നോക്കണം എന്നുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, അറിവൊന്നുമില്ല. അതുപോലെ ഈ എന്തെങ്കിലും നിനക്കിതൊന്നും അറിയാത്ത പണിക്ക് പോയിട്ട് ഉള്ള പണിയും കൂടെ കളഞ്ഞ് നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കളയണോ? അതുപോലെ തന്നെ ഈ പശുക്കൾ എങ്ങനെ ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമുക്കുടെ ജീവിതത്തിൽ എങ്ങോട്ട് പോകും? ജോലി ഉപേക്ഷിക്കും വേണം. ഇതൊക്കെ പശുക്കളൊക്കെ നോക്കി വളർത്തണമെങ്കിൽ ജോലി ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. ജോലി ഉപേക്ഷിച്ച് ഇതൊക്കെ എടുത്ത് ഈ പശുക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ച് ചത്തുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതമാവും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്കും ശരിയാണല്ലോ എന്ന് തോന്നി. പൊന്നുസ്വാമി പറയാണ്, ഈ ഭാര്യയും അതുപോലെ തന്നെ മാതാപിതാക്കളും സുഹൃത്തുക്കളും സഹോദരങ്ങളൊക്കെ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ചു. ഞാൻ കുറച്ചു നേരം ആലോചിച്ചപ്പോൾ എനിക്ക് ശരിയാണല്ലോ എന്ന് മനസ്സിലായി. ഇപ്പൊ അറിയാവുന്ന പണി, ഈ ഒരു ഫാക്ടറിയിലെ ജോലി എനിക്ക് അത്യാവശ്യം അറിയാവുന്ന പണിയാണ്. ഇതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും. അപ്പൊ എന്തിനും ഞാൻ ആവശ്യമില്ലാതെ റിസ്ക് എടുക്കുന്നത്? ഈ ചിന്തയുള്ളത് കൊണ്ട്, അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അന്ന് വരാതിരുന്നത്. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അപ്പോൾ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് മുമ്പേ പൊന്നുസ്വാമി ഒരു കാര്യം കൂടെ ചോദിച്ചു.
നിന്നെ ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചല്ലോ, എന്നെ മാത്രം ദൈവം എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ ഈ ചിന്നസ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമ്മളെ രണ്ടുപേരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നീ ഈ പറഞ്ഞ പോലെ, അതായത് ഇതുവരെ വാങ്ങാത്ത പശു ചത്തുപോയാൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നീ ആ അനുഗ്രഹം വേണ്ടെന്ന് വെച്ചു. എനിക്കത് അറിയില്ലായിരുന്നു. പശു ചത്തുപോയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ ഒരു ഒറ്റ ആവശ്യമുണ്ടല്ലോ, ഞാൻ ജോലി എന്തായാലും ഉപേക്ഷിച്ചു. ഇനി എനിക്ക് മുന്നോട്ട് ജീവിച്ചു പോകണമെങ്കിൽ എനിക്കിപ്പോൾ മുമ്പിലുള്ള വഴി ഈ പശുക്കളെ വാങ്ങി വളർത്തി അതിൻ്റെ ആദായം എടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ എനിക്കറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. കിട്ടിയ എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസയുമായിട്ട് ഞാൻ നേരെ ചന്തയിൽ പോയി. നിന്നെ ഞാൻ ഉച്ച വരെ അവിടെ കാത്തിരുന്നു, നീ വന്നില്ല. അപ്പൊ പിന്നെ ഇത് വാങ്ങാതെ എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനും പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് ഞാൻ കിട്ടിയ പൈസയും കൊണ്ട് 3 പശുക്കളെ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയി. അന്ന് മുതൽ ഈ പശുക്കളെ നോക്കി വളർത്തി മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനിപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഈ പൊന്നുസ്വാമിക്ക് ഭയങ്കര നിരാശ, അതായത് സന്തോഷപ്പെടുന്നതിനേക്കാൾ അപ്പുറം ഭയങ്കര നിരാശയായിരുന്നു. ഞാനും അവനും കൂടെ ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പശുക്കളെ വാങ്ങി വളർത്താം, നമുക്ക് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഇവിടുന്ന് നമുക്ക് ഇന്നടത്ത് നല്ല പശുക്കൾ കിട്ടും, ഇന്ന മാർക്കറ്റിൽ പോയാൽ നല്ല പശുക്കൾ കിട്ടും, അവിടുന്ന് നമുക്ക് വാങ്ങി വളർത്താം എന്ന് ഞാൻ ആലോചിച്ചതാണ്. നമ്മൾ ഒരുമിച്ചാണ് ആലോചിച്ചത്. പക്ഷേ ഞാൻ ചിലരുടെ നിരുത്സാഹപ്പെടുത്തലിന്റെ പുറകെ പോയി ഞാൻ അതിൽ നിന്നും അങ്ങനെയൊന്നല്ല ചിന്തിച്ച്, എനിക്കറിയാവുന്ന പണി ചെയ്താൽ മതിയല്ലോ, ആവശ്യമില്ലാത്ത പണിക്ക് എന്തിനാണ് പോകുന്നതെന്ന് ചിന്തിച്ച് ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന പണി തന്നെ ചെയ്തു. പക്ഷേ നീ ആ ഒരു റിസ്ക് എന്നുള്ള വാക്കല്ല, പക്ഷെ നീ ആ ഒരു ധൈര്യം കാണിച്ചപ്പോൾ നിന്റെ ജീവിതം ഇങ്ങനെ അങ്ങ് മാറിയല്ലോ, എന്തായാലും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ പോരാ നേരത്ത് ഈ ചിന്നസ്വാമി പറഞ്ഞു, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടോ, ഞാൻ എനിക്ക് പറ്റുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം, നീ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ വന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം എന്നും ഈ പൊന്നുസ്വാമി ഇങ്ങനെ ആലോചിക്കും, എൻ്റെ മുമ്പിലും ഇതുപോലൊരു അവസരം ഉണ്ടായിരുന്നല്ലോ, ഞാൻ അത് ഉപയോഗിച്ചില്ലല്ലോ. ആ സമയത്തൊക്കെ ഭാര്യയോടും വീട്ടുകാരോടും അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും കൂട്ടുകാരോടൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവരുടെ വാക്ക് കേട്ടിട്ടാണല്ലോ എനിക്ക് ഈ ജീവിതത്തിൽ ഇതുപോലൊരു അവസ്ഥ വന്നത് എന്നുള്ള ചിന്തയിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളിയും എന്തായാലും വൈഫിനോടൊക്കെ പറഞ്ഞു. വൈഫ് വീണ്ടും പഴയ പോലെ തന്നെ, നിങ്ങൾ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് ഓർത്തിട്ട് നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ശേഷിയൊന്നുമില്ല, നിങ്ങൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലുള്ള ജോലി ചെയ്താൽ പോരെന്ന് വൈഫൊക്കെ പറഞ്ഞു. പക്ഷേ പുള്ളി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, അവൻ രക്ഷപ്പെട്ടല്ല, അവനും എന്നെ സഹായിച്ചോളും, ചിന്നസ്വാമി എന്നെ സഹായിച്ചോളും എന്നുള്ള രീതിയിൽ വൈഫിന്റെ വാക്കൊന്നും കേൾക്കാതെ ഈ പുള്ളി എന്ത് ചെയ്തു, പൊന്നുസ്വാമി എന്ത് ചെയ്തു, ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് വൈഫിനോട് നിർബന്ധം പിടിച്ച് ഭാര്യയുടെ കയ്യിലുള്ള ആഭരണങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് വിറ്റു. വൈഫ് സമ്മതിച്ചില്ല, പക്ഷേ ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ തന്നെയാണ് വൈഫിന്റെ അടുത്തുള്ള ആഭരണങ്ങളൊക്കെ മേടിച്ചിട്ട് ഈ പൊന്നുസ്വാമി കൊണ്ട് വിറ്റിട്ട് കിട്ടിയ പൈസയിൽ കുറച്ച് പൈസ മാത്രം എടുത്തിട്ട് ഒരു പശുവിനെ വാങ്ങി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. പരീക്ഷിക്കാൻ തീരുമാനിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പൊന്നുസ്വാമിയുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മളൊക്കെ പഠിച്ചൊരു സാധനം, ബ്രെയിൻ ഹാക്കിംഗ്. അതായത് ഒരു കംഫർട്ട് സോണിൽ ഇരിക്കുകയാണ്, ഇപ്പൊ സുഖകരമായ അവസ്ഥയിൽ ഈ ജോലിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്, ഞാൻ റിസ്ക് എടുക്കണോ എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുകയാണ് പുള്ളി. പക്ഷേ ഒരു കൂട്ടുകാരന്റെ ജീവിതവും സക്സസ് ഒക്കെ കണ്ടപ്പോൾ അത് എനിക്കും ഉള്ള അവസരമായിരുന്നല്ലോ, ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതായിരുന്നല്ലോ, എനിക്ക് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനും രക്ഷപ്പെട്ടേനെ എന്നുള്ളൊരു വിശ്വാസവും പ്രതീക്ഷയും അവിടെ കിടക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ മറു സൈഡിൽ വീട്ടുകാരുടെ ഒരു നിന്നെ കൊണ്ടൊന്നും അത് ചെയ്യാൻ പറ്റില്ല, കാരണം പശുക്കളെ നോക്കുക വളർത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര നിസ്സാര പണിയൊന്നുമില്ല, അത്രയും ഹാർഡ് വർക്ക് ഉണ്ട്. അത് മാത്രമല്ല, അവരെ കുളിപ്പിക്കണം, അവരുടെ ഈ ചാണകം വാരണം, അവരുടെ തൊഴുത്ത് വൃത്തിയാക്കണം, ആ പശുവിനെ കറക്കണം, അതിന് വേണ്ട തീറ്റ കൊടുക്കണം, ആ പാലെടുത്തിട്ട് ഇവിടെ കൊണ്ടുപോയി വിറ്റിട്ട് ആ പൈസ കൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ, അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. എന്തായാലും ഒന്ന് പരീക്ഷിക്കാൻ തന്നെ പുള്ളി തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷിക്കാൻ തീരുമാനിച്ച ഈ പൊന്നുസ്വാമി എന്ത് ചെയ്തു, മാർക്കറ്റിൽ പോയിട്ട് ഒരു പശുവിനെ വാങ്ങി നോക്കാം, എങ്ങനെയുണ്ട്, എനിക്ക് പറ്റുന്ന പണിയാണെങ്കിൽ നോക്കാം, അതല്ലെങ്കിൽ ഫാക്ടറിയിലെ മാനേജറെ കണ്ട് കൈയും കാലും പിടിച്ചിട്ടാണെങ്കിലും വീണ്ടും അവിടെ തന്നെ കയറിയേക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിച്ചിട്ട് പുള്ളി പശുവിനെ വാങ്ങാൻ പോയപ്പോൾ പുള്ളി അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ഈ പൊന്നുസ്വാമി അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാളായിരുന്നു. പുള്ളി ആദ്യം ചെയ്തത് പ്രസവിക്കാറായ ഒരു പശുവിനെ നോക്കി വാങ്ങി. പ്രസവിക്കാറായ ഒരു പശു, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധിക കാലം ഒന്നും വെയിറ്റ് ചെയ്യണ്ടല്ലോ,
കുറച്ച് കാലം കൊണ്ട് തന്നെ പശു പ്രസവിച്ച് അതിനുള്ള പാലുകൾ കിട്ടും, അത് വിറ്റ് അത്യാവശ്യം പൈസയാക്കി തുടങ്ങാം എന്നുള്ള ചിന്തയിൽ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കാറായ ഒരു പശുവിനെ വാങ്ങി ടെസ്റ്റ് ചെയ്യാൻ നോക്കി, പരിശോധിക്കാൻ നോക്കി. പശുവിനെ വാങ്ങിക്കൊണ്ടുവന്നു, വീട്ടിൽ വന്നു. കുറച്ച് ദിവസം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പോകുന്നുണ്ട്, നന്നാക്കിയിട്ട് നോക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴും ഇങ്ങനെ ആശങ്ക മനസ്സിൽ കിടക്കുകയാണ്, ഇതെനിക്ക് പറ്റുമോ, ഈ പശുവിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആശങ്ക ഇങ്ങനെ മനസ്സിലൊരു വശത്ത് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ആശങ്കയ്ക്കിടയിലാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്, പശുവിനെ നോക്കലും കുളിപ്പിക്കലും അത് കാര്യങ്ങളൊക്കെ. പ്രതീക്ഷിച്ച പോലെ തന്നെ അധിക ദിവസം വൈകുന്നതിന് മുമ്പ് തന്നെ പശു പ്രസവിക്കുന്നു. പശു പ്രസവിച്ച് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പാലൊക്കെ കൊടുക്കാൻ തുടങ്ങി, അത്യാവശ്യം നല്ല വരുമാനമായി തുടങ്ങി. പക്ഷേ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ ഈ ചിന്നസ്വാമിയുടെ മനസ്സിന്റെ പൊന്നുസ്വാമിയുടെ മനസ്സിന്റെ ആശങ്കയാണോ അതോ ഈ വിധിയാണോ എന്നൊന്നും അറിയില്ല, ആ പശു ചത്തുപോകുന്നു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ. ആ ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരുന്ന പോലെ തന്നെ വീട്ടുകാരും മറ്റുള്ളവരെല്ലാവരും കൂടെ ഈ പൊന്നുസ്വാമിയുടെ മുഖത്തോട്ട് കയറി. അന്നേ പറഞ്ഞതല്ലേ, വേണ്ടാത്ത പണിക്ക് പോകണ്ട, ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, നമുക്കറിയാവുന്ന പണിയെടുത്താൽ പോരെ, ഇനി എന്ത് ചെയ്യും, ആ പൈസയും പോയില്ലേ, ഈ പശുക്കിടാവിനെ വെച്ചുകൊണ്ട് ഇനി എന്ത് ചെയ്യും, ഈ പശുക്കിടാവിനെ നോക്കി എത്ര കാലം കഴിഞ്ഞാലാണ് ഇതിന് ആദായം ഉണ്ടാവുന്നത്, അത്രയും കാലം നോക്കിയിരിക്കേണ്ട, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തൽ. ഈ പൊന്നുസ്വാമിക്ക് ആകെ നിരാശപ്പെട്ടിരിക്കുക. കാരണം ഇവർ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ജോലിയാണെങ്കിൽ പോവുകയും ചെയ്തു. ഒന്ന് ശ്രമിച്ചു നോക്കി, ഫാക്ടറിയിൽ ചെന്നൊന്ന് ശ്രമിച്ചു നോക്കി, ഒന്നുകൂടെ ഒന്ന് കയറാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ ഈ പൊന്നുസ്വാമി അവിടുന്ന് ജോലി ഉപേക്ഷിച്ച അതേ സമയത്ത് തന്നെ മറ്റൊരാളെ ആ ജോലിക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ വേക്കൻസി കിട്ടിയില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇപ്പം പറ്റില്ല, വേറെ ആരെങ്കിലും പിരിഞ്ഞു പോവുകയാണെങ്കിൽ, പണി നിർത്തി പോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ആലോചിക്കാം എന്നുള്ള രീതിയിൽ ഫാക്ടറിയിൽ നിന്ന് പറഞ്ഞു വിടുന്നു. വീട്ടിലേക്ക് ചെന്നു, വീണ്ടും പ്രഷർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ജോലിയില്ല, ആ ചെയ്യാൻ നേർന്ന ബിസിനസ്സിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞു പോയി. നിർഭാഗ്യവശാലോ എന്തോ സാഹചര്യങ്ങൾ, നിങ്ങളോട് അന്നേ പറഞ്ഞല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള വീട്ടിൽ നിന്നുള്ള പ്രഷർ വേറെ. അപ്പോൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ കയ്യിൽ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, സ്വർണം വിറ്റതിൻ്റെ കുറച്ച് പൈസ ഇരിപ്പുണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ള തരത്തിൽ വീണ്ടും നമ്മുടെ ചിന്നസ്വാമിയെ കാണാൻ പോകുന്നു. കൂട്ടുകാരനായിട്ടുള്ള ചിന്നസ്വാമിനെ കാണാൻ പോയി. എനിക്കൊരു ഉപദേശം വേണം, അല്ലെങ്കിൽ എന്നെ ഒന്ന് സഹായിക്കണം എന്നുള്ള രീതിയിലാണ് കാണാൻ പോയത്. കാണാൻ പോയപ്പോൾ രാവിലെ ചെന്നപ്പോൾ ഈ നമുക്കറിയാം ചിന്നസ്വാമിയെ സംബന്ധിച്ചുള്ള നല്ല തിരക്കുള്ള മനുഷ്യനായിരിക്കുകയാണ്. വലിയൊരു ഫാം ഉണ്ട്, അതോടൊപ്പം തന്നെ പല കൃഷികൾ നടത്തുന്നു, അതിനുള്ള പണിക്കാരുണ്ട്, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അങ്ങനെ വലിയ രീതിയിലുള്ള തിരക്കുള്ള ഒരു മനുഷ്യനായി മാറി. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പൊന്നുസ്വാമി ചിന്നസ്വാമിയുടെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ചിന്നസ്വാമിക്ക് ഭയങ്കരമായിട്ട്, അതായത് നല്ല തിരക്ക്, നല്ല രീതിയിൽ ആൾക്കാരൊക്കെ ബഹുമാനിക്കുന്നു, നല്ല പണം ഉണ്ടാക്കുന്നു. അപ്പോൾ ചിന്നസ്വാമി നല്ല രീതിയിൽ ജീവിച്ച് കണ്ടപ്പോൾ പൊന്നുസ്വാമിക്ക് വീണ്ടും ഒരു പ്രതീക്ഷയും അതുപോലെ തന്നെ ആത്മവിശ്വാസവും അതുപോലെ തന്നെ ഒരല്പം അസൂയയും കുശുമ്പൊക്കെ വന്നു. എനിക്കും ഇതുപോലെ ആവണം, കാരണം നേരിട്ട് കണ്ടനുഭവിച്ചല്ലോ, എനിക്കും ഇതുപോലെ തന്നെ ആവണം, അവൻ ചെയ്യുന്ന പോലെ തന്നെ എനിക്കും ചെയ്യാൻ പറ്റില്ല. ഞാനും അവനും ഒരേ ഫാക്ടറിയിൽ ഒരേ തസ്തികയിൽ ജോലി ചെയ്ത ആളുകളാണ്. അവൻ്റെ കഴിവ് അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം, അതേ കഴിവ് എനിക്കും ഉണ്ട്. അപ്പോൾ എനിക്കും ഇവിടെ സക്സസ് ആവാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ. അങ്ങനെ ഈ പൊന്നുസ്വാമി എന്ത് ചെയ്തു, പൊന്നുസ്വാമി ചിന്നസ്വാമിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസം നിന്റെ അടുത്ത് നിന്നോട്ടെ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എന്നെ ഒന്ന് സഹായിക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ചിന്നസ്വാമി സമ്മതിച്ചു, കൂട്ടുകാരനല്ലേ, നീ എൻ്റെ കൂടെ കുറച്ച് ദിവസം നിൽക്ക്, എന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നീ സ്വന്തമായിട്ട് വീണ്ടും കൃഷി തുടങ്ങാൻ, വീണ്ടും തുടങ്ങാൻ പറഞ്ഞു. ശരിയെന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ ഈ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അത്യാവശ്യം കോൺഫിഡൻസ് ആയപ്പോൾ, പൊന്നുസ്വാമിക്ക് അത്യാവശ്യം കോൺഫിഡൻസ് ആയപ്പോൾ പറഞ്ഞു, ഞാൻ എന്തായാലും ഇനി പശുവിനെ വാങ്ങി വളർത്തുന്നില്ല, തൽക്കാലം ഞാൻ കൃഷിയിലേക്ക് പോവാം. കാരണം ചിന്നസ്വാമിക്കും കൃഷിയുണ്ടല്ലോ, അപ്പോൾ ആ കൃഷി ചെയ്യുന്നത് പോലെ നോക്കി കൃഷിയിലേക്ക് ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ശരി ചെയ്തോളാൻ പറഞ്ഞു. ചിന്നസ്വാമിയും പറഞ്ഞു ശരി ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പൊന്നുസ്വാമി തിരിച്ച് വീട്ടിൽ വന്നു. കുറച്ച് പൈസ എടുത്തിട്ട് പാട്ടത്തിന് കൃഷിസ്ഥലം എടുക്കുന്നു. പാട്ടത്തിന് കൃഷിസ്ഥലം എടുത്തിട്ട് മഞ്ഞൾ കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നു. മഞ്ഞൾ കൃഷി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ എടുത്തുള്ളൂ, ബാക്കി പകുതി പൈസയോളം അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇപ്രാവശ്യം മിസ്റ്റേക്കുകളൊന്നും പറ്റരുത്, ഇപ്രാവശ്യം എനിക്ക് നല്ല രീതിയിൽ വിളവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കണം, അതുകൊണ്ട് മിസ്റ്റേക്കുകളൊന്നും പറ്റരുത് എന്നുള്ള രീതിയിൽ നന്നായിട്ട് കഠിനമായിട്ട് അധ്വാനിക്കാനും കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്താനും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് ഇപ്രാവശ്യം പൊന്നുസ്വാമി കൃഷി തുടങ്ങുന്നത്, മഞ്ഞൾ കൃഷി തുടങ്ങാൻ ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോഴേക്ക് ഈ ചിന്നസ്വാമിയുടെ കൃഷിസ്ഥലത്ത് പോകും. ചിന്നസ്വാമിയുടെ കൃഷിസ്ഥലത്ത് പോയിട്ട് അവിടെ എന്താണോ ചെയ്യുന്നത് അതേപോലെ ഇവിടെ വന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്യും. അതായത് അവിടെ വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം അവിടെ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വെള്ളം ഒഴിക്കും, വളം ഇടുകയാണ് ചെയ്യുന്നതെങ്കിൽ വളം ഇടും, കള പറിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കള പറിക്കും. അങ്ങനെ അവിടെ ചെയ്യുന്ന അതേപോലെ. കാരണം മിസ്റ്റേക്ക് സംഭവിക്കരുത്. ഇപ്രാവശ്യം എനിക്ക് മിസ്റ്റേക്ക് വരുന്ന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാവും എന്നുള്ള അറിയാവുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇപ്രാവശ്യം വളരെ ശ്രദ്ധയോട് കൂടിയാണ് ചെയ്യുന്നത്. അവിടെ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആത്മസംതൃപ്തി കിട്ടുകയാണ്. കാരണം ഇപ്രാവശ്യം എന്തായാലും എനിക്ക്
എനിക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം കിട്ടുന്നു, സംതൃപ്തിയും കിട്ടുന്നു. അങ്ങനെ കുറച്ചാഴ്ചകൾ കടന്നു പോയപ്പോഴേക്ക് ചിന്നസ്വാമിയുടെ കൃഷി സ്ഥലം അത്യാവശ്യം വിളവൊക്കെ വന്നു, അത്യാവശ്യം ആ വിളവൊക്കെ വളർന്നു തുടങ്ങുന്നു. ഇപ്പോൾ പൊന്നുസ്വാമിക്ക് ഒരു പന്തികേട്, അവിടെ വിളവ് വന്നു, വിളവ് വളർന്നു തുടങ്ങി, പക്ഷേ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് പ്രശ്നം എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ സംഭവിക്കാൻ ഒരു വഴിയില്ല. അവിടെ ചിന്നസ്വാമി ചെയ്യുന്ന അതേ പണി, ഒരു വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ ഇവിടെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നെ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്? ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഒരുപാട് വിഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എൻ്റെ പൈസ പോകണോ, അവിടെ വിളവ് വന്നു, എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഈ പൊന്നുസ്വാമി എന്ത് ചെയ്യുന്നു, നേരെ ചിന്നസ്വാമിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന പോലെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒന്ന് വന്ന് നോക്കാവോ, എൻ്റെ കൃഷി സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നു, വന്ന് നോക്കാവോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് പൊന്നുസ്വാമിയുടെ കൂടെ ചിന്നസ്വാമിയും കൂടെ വരികയാണ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഈ ചിന്നസ്വാമിയുടെ കൃഷി സ്ഥലത്ത് നല്ലോണം വിളവ് വന്നു തുടങ്ങി. ആ ചെടി എന്താണോ കൃഷി ചെയ്തിരുന്നത് അതൊക്കെ വളർന്നു തുടങ്ങി, അത്യാവശ്യം നല്ല രീതിയിൽ വന്നു. ഇവിടെയാണെങ്കിൽ ഒരു തരി പോലും മുളച്ചിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ നേരെ വന്നു. അപ്പോൾ വരുന്നതിന് മുമ്പേ ചിന്നസ്വാമി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ ഏത് കൃഷിസ്ഥലം കണ്ടിട്ടാണ് അതുപോലെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ശരിയെന്ന് പറഞ്ഞിട്ട് നേരെ പോയി ചെന്ന് നോക്കിയപ്പോൾ അവിടെ പൊന്നുസ്വാമി പറഞ്ഞ പോലെ തന്നെ ഒന്നും തന്നെ വിളഞ്ഞിട്ടില്ല. ചിന്തിക്കണം, ചിന്നസ്വാമി എങ്ങനെയാണോ കൃഷി ചെയ്തിരുന്നത്, എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരുന്നോ അതോ അതിലധികമോ ഇവിടെ ചെയ്തിട്ടുണ്ട് പൊന്നുസ്വാമി. വലിയ രീതിയിൽ കഷ്ടപ്പെട്ടു, കൃത്യമായിട്ട് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നുണ്ട്, നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് നോക്കുന്നുണ്ട്. കാരണം ഇനി ഒരിക്കൽ കൂടി പാളിച്ച പറ്റരുതല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നോക്കിയ ശരിയാണോ, ഒന്നും തന്നെ മുളച്ചിട്ടില്ല. എന്ത് സംഭവിച്ചു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ എന്താ ഇവിടെ നട്ടെന്ന് ചോദിച്ചു. ഞാൻ മഞ്ഞളാണ് നട്ടത്, മഞ്ഞൾ കൃഷിയാണ് എടുത്തത്. അപ്പോഴാണ് ചിന്നസ്വാമി പറയുന്നത്, എടാ ഞാൻ അവിടെ നെൽകൃഷിയാണ് നടത്തുന്നത്. ആ കൃഷി രീതി നീ മഞ്ഞളിന് കൊണ്ടുവന്നാൽ എങ്ങനെ ശരിയാവുക? കാരണം നെല്ലിന് നല്ലോണം വെള്ളം വേണം, വെള്ളത്തിൽ കിടന്നേ ഈ സാധനം വളരുള്ളൂ. മഞ്ഞളിന് വെള്ളം അധികമായി പോയിട്ടുണ്ടെങ്കിൽ ചീഞ്ഞു പോകും. ഇതാണ് പൊന്നുസ്വാമിയുടെ കൃഷിയുടെ അവസ്ഥ. അപ്പോൾ പൊന്നുസ്വാമിക്ക് വീണ്ടും അബദ്ധം മനസ്സിലായി. വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. കാരണം ഉണ്ടായിരുന്ന സ്വർണം മുഴുവൻ വിറ്റിട്ട് ആദ്യം പശു വളർത്തൽ തുടങ്ങി, രണ്ടാമത് കൃഷി തുടങ്ങി. ഈ രണ്ടാമത്തെ പ്രാവശ്യവും കയ്യിൽ നിന്ന് പോകുന്നു, പണം മുഴുവൻ നഷ്ടമാവുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പൊന്നുസ്വാമി അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചിന്നസ്വാമി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്ക് കൃഷി അടക്കാനുള്ള സഹായങ്ങൾ എൻ്റെ പണിക്കാർ ചെയ്തുതരും, നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാം. ഇപ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നത്, നിന്റെ കൃഷി സ്ഥലത്ത് ഞങ്ങൾ ചെയ്യുന്നത് നീ നോക്കി കണ്ട് പഠിക്ക്, എന്നിട്ട് നീ ചെയ്തിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാവശ്യം പൊന്നുസ്വാമി ബാക്കി ഉണ്ടായിരുന്ന പൈസയും കൂടെ എടുത്തിട്ട് ചിന്നസ്വാമിനെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചിന്നസ്വാമിനെ ഏൽപ്പിച്ചിട്ട്, ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കൂടെ നിൽക്കാം, എനിക്കും ഇതുപോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരാം. ആ കൂട്ടുകാരനെ കൈവിടാതെ ചിന്നസ്വാമി ഈ പൊന്നുസ്വാമിയുടെ സ്ഥലത്തും കൂടെ സ്വന്തം കൃഷി സ്ഥലമായി കണ്ട് അവിടെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിളവെടുക്കുന്നു, വലിയ രീതിയിൽ സക്സസ് ആവുന്നു. ഇതേ കഥ നമ്മുടെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മളുടെ പരിശ്രമവും ഈ പൊന്നുസ്വാമിയും ചിന്നസ്വാമിയും കുടുംബവും എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടായിരുന്നില്ലേ? ഈ കഥ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടപ്പോൾ എനിക്ക് നമ്മളുടെ പലരുമായിട്ട് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. നമ്മളുടെ പല ആളുകളുമായിട്ട് ഈ കഥ ഒന്ന് റിലേറ്റ് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ ഇവിടെ ഒന്ന് പറയണം എന്ന് തോന്നി. അപ്പോൾ അത് ഇന്ന് വെറും അരമണിക്കൂർ കൊണ്ട് ഈ വലിയൊരു കഥ നമുക്ക് ഒരുപാട് പാഠങ്ങൾ കൊണ്ട് തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കഥ കഴിഞ്ഞു കേട്ടോ, ഇനി കഥയൊന്നുമില്ല. സാറേ ഇത് എല്ലാവരോടും പറയാമല്ലോ. വേണ്ട, ആ ക്രെഡിറ്റ് എനിക്ക് മാത്രം മതി. നമ്മളിത് അവതരിപ്പിക്കും പലരോടും ഇനി. പാടില്ല, കോപ്പി അടിച്ച് എങ്ങനെ ഉണ്ടാവും ഇപ്പൊ അനുഭവത്തിൽ നിന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് ചെയ്യത്തില്ല. ഇത് അവിടുന്ന് പഠിച്ചതല്ലേ, അവിടെ നിന്ന് പഠിക്കുന്നതാ ഇത്. ഓക്കെ, താങ്ക് യു, അടിപൊളിയായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ പറയാ, അത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രസന്റ് ചെയ്യാം. ഏത് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡോ ക്ലാസ്സുമായിട്ട് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലും. അതൊന്നും ആദ്യം തന്നെ അത് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ആർക്കും ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ ഈ കഥയിലേക്ക് കടന്നു. സാർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? എന്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും, പക്ഷെ എങ്കിലും ഈ കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെ വെളിയിൽ വരാൻ പറ്റും? വളരെ മനോഹരമായ ചോദ്യം. ഇത് പലർക്കും പലപ്പോഴും ഉത്തരം കിട്ടിയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ കിട്ടാത്ത കുറച്ച് ഞാൻ ചോദിച്ചത് അബദ്ധമല്ലല്ലോ സാറേ, വിഡിത്തമല്ലല്ലോ. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒരിക്കൽ കൂടി കിട്ടിക്കോളും. അപ്പൊ അതിന് നമ്മൾ ആദ്യം എന്താണ് ഈ കംഫർട്ട് സോൺ? സാറ് മനസ്സിലാക്കിയ കംഫർട്ട് സോൺ എന്താണെന്ന് പറയാമോ?
സാറേ സാർ ഇന്നലെ പറഞ്ഞല്ലോ 2 കാര്യം. ഒന്ന് വന്ന് കോൺഫിഡന്റ്, ഒന്ന് വന്ന് ഫിയർ. ഉം. അല്ലേ? ഇന്നലെ നമ്മളെ ഒരു ടോപ്പിക് നമ്മളുടെ സ്റ്റോറിയിൽ ഈ 2 സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. Yes. ഓർമ്മയുണ്ടോ? Yes, yes. ഓക്കെ. സോ ആ. അതിലെ സെക്കൻഡ് പാർട്ടാണ് എന്റെ പ്രോബ്ലം. കാരണം ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റേ സാറിനോട് പറഞ്ഞായിരുന്നു, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി. സോ ഉം. എനിക്ക് മാസം ഒരു സർട്ടൻ എമൗണ്ട് സാലറി വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ആ മന്ത്ലി സാലറിന്ന് വേണം എന്റെ റൂം റെന്റ് കൊടുക്കാൻ, വീട്ടിലെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്കിൽ എനിക്ക് ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ. പക്ഷേ ദ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്ന് ഇപ്പൊ ഹാപ്പി മീൻസ് നമ്മൾ ഒരു മന്ത്ലി ഡേറ്റ് ആവുമ്പോൾ സാലറി വരുന്നു, ഇതെല്ലാം കഴിയുന്നു. ഫൈനലി വന്ന് എല്ലാം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അടുത്ത മാസത്തെ സാലറി ഒക്കെ എക്സ്പെക്ട് ചെയ്ത് ഇരിക്കുന്ന ലൈഫാണ്. പക്ഷെ ഉം. ഞാൻ കുറെ തിങ്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതിൽ നിന്ന് ഒരു എക്സ്ട്രാ ഇൻകം വരണം. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മളോ അതായത് ഇപ്പൊ നമ്മളൊരു 55-60 ഏജ്, 50 മാക്സിമം 50 നമ്മളുടെ ഇൻഡസ്ട്രിയിൽ, എന്റെ ഇൻഡസ്ട്രിയിലല്ല, അത് കഴിഞ്ഞാൽ അവര് വന്ന് നമ്മളെ കറിവേപ്പില പോലെ ഔട്ട് ചെയ്യും. പക്ഷെ എനിക്ക് അതിന്റെ ഉള്ളിൽ ഒരു സെറ്റിൽ ആവണം ലൈഫ്. അതിനെ പറ്റിയിട്ടാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിറയെ ഐഡിയാസ് വരുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ പറ്റുന്നില്ല. ഉം. ഇതാണ് പ്രോബ്ലം. യെസ്. ഇത് 2-3 കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ്. അതായത് ഒന്നാമത്തെ കംഫർട്ട് സോൺ എന്നുള്ളത് ഏറ്റവും അവസാനം വരുന്ന ഒരു കേസാണ്. കാരണം കംഫർട്ട് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാറിന്റെ ഇഷ്യൂവിനെ സംബന്ധിച്ചിടത്തോളം കംഫർട്ട് സോൺ ഏറ്റവും അവസാനം വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വേറെ 2 കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സാറിനെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ഫീലിംഗ് ആണ്. അതായത് ഇപ്പോൾ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്. എന്നാൽ ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ ഉള്ള ആവശ്യങ്ങളുടെ പകുതി എവിടെ നിന്നുള്ള വരുമാനം ഉള്ളെങ്കിൽ എന്നെ ഈ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടാവും. എക്സാമ്പിള്, സാറിന് ഇപ്പൊ ജീവിതം അവിടെ വാടക കൊടുക്കാനും വീട്ടിലെ കാര്യങ്ങൾ നടത്താനും നാട്ടിലെ ചെലവുകൾ നടത്താനും ഇപ്പൊ എന്തായാലും എനിക്ക് അന്ന് സാറ് സംസാരിച്ച അനുസരിച്ച് സാറിന്റെ വൈഫിന്റെ ഡെലിവറി കഴിഞ്ഞാണ്, അപ്പൊ ഒരു കുഞ്ഞുവാവ് കൂടെ ഉണ്ട്, അപ്പൊ ഇനി അങ്ങോട്ട് ആവശ്യങ്ങൾ കൂടുതലുണ്ട്, അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും എക്സാമ്പിൾ ആണ്, സാറിന് ഒരു മാസം 50,000 രൂപ ആവശ്യമുണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ജീവിതം സാറിന് 25,000 രൂപ ശമ്പളം കിട്ടുന്നുള്ളൂ എന്ന് തീരുമാനിക്കുക. എത്ര മാസം സാറ് കടം മേടിച്ചുകൊണ്ട് ജോലി ചെയ്യും? ചെയ്യാൻ പറ്റൂല. ഇല്ല. ഒരു സംശയം വേണ്ട, 2-3 വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരു സംശയം വേണ്ട, 2-3 മാസത്തിനുള്ളിൽ സാറ് അടുത്തൊരു ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടാവും. അവിടെ ശ്രദ്ധിക്കണം, ഒരുപക്ഷെ സാറിന് അറിയാവുന്ന ജോലി ആയിരിക്കില്ല ചെയ്യുന്നത്, സാറിന് ജോലി ആയിരിക്കില്ല, സാർ അവിടെ ഒറ്റ ചെയ്തിട്ടുണ്ടാവുള്ളൂ, എനിക്ക് ലൈഫ് വരുമാനം ആവശ്യമുണ്ട്, അപ്പോൾ അത് കിട്ടുന്ന ജോലിയിൽ ഞാൻ പ്രവേശിച്ച് അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പഠിച്ചോളാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും അവിടെ കയറുന്നത്. ശരിയല്ലേ? അതായത് ഇപ്പോൾ ഉള്ള ജോലിയെ സംബന്ധിച്ചിടത്തോളം ഈ ജോലി സാറിന് ആവശ്യമുള്ള വരുമാനം കൊണ്ടുതരുന്നത് കൊണ്ടാണ് ഇതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാനല്ല, പ്രവർത്തിക്കാൻ പറ്റാത്തതിന്റെ കാരണം. ഇന്നലെ പറഞ്ഞൊരു വാക്കുകൂടെ അവിടെ കണക്ട് ചെയ്യാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മളുടെ നീഡുകൾ, നമ്മളുടെ ആവശ്യങ്ങൾ നമുക്കൊരു പെയിൻഫുൾ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വേറൊരു വാക്കും കൂടെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഉറക്കം കെടുത്തുന്നതാണെങ്കിൽ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നതാണെങ്കിൽ 6 മാസം ആ പ്രോബ്ലം നമ്മളോടൊപ്പം ഉണ്ടാവില്ല. അത് സാറിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് ഒന്ന് ചിന്തിക്കണം, സാർ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ കമ്പനിക്ക് നാളെ എന്തെങ്കിലും ഒരു ഇഷ്യൂ സംഭവിച്ചാൽ ആദ്യം പറഞ്ഞു വിടുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ ശമ്പളം കൊടുക്കുന്ന ആളുകളായിരിക്കും. ആ കൂട്ടത്തിൽ ആരും പെട്ടാം, ഒരുപക്ഷെ സാറിന്റെ സീനിയേഴ്സ് വരാം, സാറ് വരാം, ജൂനിയേഴ്സ് വരാം. ഒരു തൊഴിലും, പ്രത്യേകിച്ച് ഗവൺമെന്റ് ജോലി അല്ലാതെ മറ്റൊരു തൊഴിലും ശാശ്വതമല്ല, ജോലിയും ശാശ്വതമല്ല. ഏത് നിമിഷം വേണേലും മാറാം. ഇനി വേറെ ചെയ്യാം, സാറിപ്പോൾ ചെയ്യുന്ന ജോലി എന്താണോ അവിടെ ഒരു ടെക്നോളജി ഒരുപക്ഷെ സാറിന്റെ ജോലിയെ റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം. എന്തെങ്കിലും ടെക്നോളജി റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാലത്ത് ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുണ്ടായിരുന്നു, ഒരു കാലത്ത് ടെലിഫോൺ ഓപ്പറേറ്റേഴ്സ്മാരുണ്ടായിരുന്നു ഒട്ടുമിക്ക കമ്പനികളിലും, കോൾ അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിട്ട്. ഇപ്പൊ അത്തരം ആളുകളൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ജോലി ഏത് നിമിഷവും ഇല്ലാതെ അയക്കാം. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിലും നമ്മളുടെ കാര്യം എപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും നമ്മളെ സംബന്ധിച്ചോളം എഫേർട്ട് എടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലൈഫിൽ എഫേർട്ട് എടുക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ഏണിംഗ് എബിലിറ്റി വളർത്തിയെടുക്കാനാണ് ആദ്യം എഫേർട്ട് കൊടുക്കേണ്ടത്. അത് നിലവിലുള്ള ജോലിയോടൊപ്പം ചെയ്യേണ്ട ജോലിയാണ്. അതായത് ഒന്നിലധികം ഏണിംഗ് എബിലിറ്റി വളർത്തിയെടുക്കുക. ഇപ്പോൾ സാറിന്റെ മുന്നിൽ ഇപ്പൊ ചെയ്യുന്ന ജോലി കൂടാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സാറിന് ഇൻട്രസ്റ്റ് ഉള്ള നല്ല, അതിന് നമ്മളൊക്കെ ഇക്കിഗൈ എന്ന് കേട്ടിട്ടുണ്ടാവും, പലരും കേട്ടിട്ടുണ്ടാവും. ഇക്കിഗൈ ഒരു ജപ്പാനീസ് ഒരു സാധനമാണ്. ഇക്കിഗൈ മനസ്സിലാക്കുക. ഇക്കിഗൈ മനസ്സിലാക്കിയിട്ട്
ആ ഇക്കിഗയിൽ നമ്മളുടെ ക്യാരക്ടറും അല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തന മേഖലയും ആ ഇക്കിഗയായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അതിൽ വീണ്ടും സ്കിൽഡ് ആവുക. അതിൽ സ്കിൽഡ് ആവുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വലിയ രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള സോഴ്സുകൾ നമ്മൾ കണ്ടെത്തി തുടങ്ങും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പം നിലവിലുള്ള സാർ ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ബാക്കിയുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളതാണത്. ഒരു ദിവസം ലീവ് എടുത്തിട്ടാണെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ടിരുന്നിട്ട് സാറിന്റെ പ്ലസ് പോയിന്റുകളും മൈനസ് പോയിന്റുകളും നോട്ട് ചെയ്യുക. സാറിന് എന്തൊക്കെ കഴിവുകളുണ്ട്, അതുപോലെ സാറ് ഈ എന്താണോ സാറിനെ അലട്ടുന്ന കാര്യങ്ങൾ, അതായത് എവിടേക്കാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിൽ ഇൻകം കൊണ്ടുചേരാൻ പറ്റുന്ന സാധനങ്ങൾ എന്തുണ്ട് ഇത് കണ്ടെത്തുക. ഇത് കണ്ടെത്തിയിട്ട് അതിലേക്ക് ഇപ്പോൾ ഉള്ള ജോലിയോടൊപ്പം കുറച്ച് അഡീഷണൽ ടൈം സ്പെൻഡ് ചെയ്യുക. വീണ്ടും പറയുന്നു, ഈ ജോലി എല്ലാ കാലത്തും ശാശ്വതമല്ല. ഒരു ജോലിയും ഇന്നത്തെ കാലത്ത് ഒരു ജോലിയും അതെ. ശാശ്വതമല്ല. അപ്പോൾ ഒരു ഇൻകം ഓപ്ഷനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കണക്കാക്കുക. സ്റ്റോക്ക് മാർക്കറ്റിന് പക്ഷേ നമ്മൾ വൈദഗ്ധ്യം നേടി കുറച്ച് സമയത്തിലേക്ക് മീൻസ് കുറച്ച് സമയം എത്തുമ്പോഴേ അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും. ഏത് ജോലി അങ്ങനെ തന്നെയാണ്, ഏത് ജോലിയും. ഇപ്പോൾ സാറിനെ സംബന്ധിച്ചും സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ മേഖലയാണ്. പക്ഷേ നിലവിൽ ചെയ്ത് പരിചയമുള്ള മറ്റെന്തെങ്കിലും ഒരു ജോബിലേക്കും കൂടെ മീൻസ് അഡീഷണൽ ഇൻകം കിട്ടുന്ന ഒരു സാധനം കൂടെ എക്സ്ട്രാ എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കണം. അങ്ങനെ ഒരു 2 or 3 വേവ്സോ വഴി ഇൻകം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മളിലേക്ക് തോന്നും. ഒരു കോൺഫിഡൻസ് വരും. കോൺഫിഡൻസ് വരണമെങ്കിൽ ആദ്യം സ്കില്ല് വേണം. സ്കിൽ ഉള്ളിടത്തെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. കോൺഫിഡൻസ് ഉള്ളിടത്തെ ഭയം ഒഴിവാവുള്ളൂ, ഫിയർ. മറ്റെന്തിലേക്കും ഇറങ്ങി പുറപ്പെടാനുള്ള ഭയം ഇന്നത്തെ കഥയിൽ പറഞ്ഞ സംഭവം തന്നെയാണ്. ഈ ജോലി നഷ്ടപ്പെട്ടാൽ അടുത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്യുമെന്നുള്ള ഭയം. ഈ ജോലി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ, അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ഭയം. പക്ഷേ ഇതേ ഭയം തിരിച്ചും ചിന്തിക്കാം. നാളെ അടുത്ത മാസം എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും? ഇത് നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ്. കാരണം ഇല്ലാന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ജോലിക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പൊ ചില ഗവൺമെന്റ് ജോലികൾക്ക് മാത്രമേ അത് ഉറപ്പുള്ളൂ, നമ്മളെ പറഞ്ഞു വിടില്ല. ബാക്കി എല്ലാ ജോബിനും എല്ലാ കാലത്തും ഈ പറഞ്ഞ ഡെമോക്രാസിന്റെ വാൾ അവിടെ കിടപ്പുണ്ട്, ഒരു സംശയമല്ല. അപ്പോ ഇനി ഈ നിമിഷം മുതൽ അടുത്ത ഒരു ഇൻകം ഓപ്ഷൻസ് എത്രയും പെട്ടെന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വഴികൾ നോക്കുക. ഇപ്പൊ സാറിനെ സംബന്ധിച്ചോളം 8 മണി മുതൽ 12 വരെയുള്ള ജോബാണെന്ന് സങ്കല്പിക്കുക. ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ 8 മണിക്ക് കയറുന്നു, രാത്രി 9 മണിക്ക് ഇറങ്ങുന്നുള്ളൂ സങ്കല്പിക്കുക. ഇത്രയും ടൈം ജോലി ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പൊ ആദ്യം ആലോചിക്കുക, ഇനിയുള്ള 1-2 മണിക്കൂർ അഡീഷണൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്ത് ഓപ്ഷൻ ഉണ്ട് നോക്കുക. അത് കണ്ടെത്തി അതിലേക്ക് ഇറങ്ങുക. അതോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റിലെ സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്യുക. എപ്പോഴും നമ്മൾ ഈ അനിശ്ചിതത്വം നമ്മളുടെ ലൈഫിലുണ്ട്. ഈ അനിശ്ചിതത്വം, ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ നിമിഷം മുതൽ അടുത്ത 2 ഇൻകം ഓപ്ഷനും കൂടെ കണ്ടെത്താൻ ശ്രമിക്കുക. ശ്രമിച്ച് അതിലേക്ക് ടൈം കൊടുത്തേ മതിയാവും. വീണ്ടും പറയുന്നു, നമ്മളിപ്പോ ചിന്തിക്കും ഈ ജോലിയിൽ നിന്ന് നിൽക്കുമ്പോൾ എനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല, സമയമില്ല എന്നൊക്കെ ചിന്തിക്കും. വീണ്ടും പറയുന്നു, നമുക്കൊരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഒരാളും നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടാവില്ല, ഒരു കമ്പനി സപ്പോർട്ട് ചെയ്യാണ്ടാവില്ല. അപ്പോ നമ്മളുടെ കാര്യം നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. പിന്നെ മറ്റൊരു സാറേ, അതായത് ഇന്നേ വരെ ഒരു ജോബ് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ഒരാൾക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കുറച്ച് മാസങ്ങൾ, കുറച്ച് ആഴ്ചകൾ ഇത് മാത്രമേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുള്ളൂ, ഒരു സംശയമല്ല. അതിനപ്പുറത്തേക്ക് നമ്മളുടെ ലൈഫ് നമ്മൾ കണ്ടെത്തി. എക്സാമ്പിൾ പറയാണ്, ജോലി നഷ്ടപ്പെട്ടു 2 ആഴ്ച ചിലപ്പോൾ നമ്മൾ ജോലി അന്വേഷിച്ചു പോകും. 3-ാമത്തെ ആഴ്ച കൂലിപ്പണിക്കാണെങ്കിലും പോകും, ഡ്രൈവിംഗ് പണിക്കാണെങ്കിലും പോകും, നമുക്കറിയാവുന്ന ജോലിയാണെങ്കിൽ. ഒരു സംശയ കാര്യത്തിൽ വേണ്ട. അപ്പൊ ജോലി നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയം ഒരു കാരണവശാലും മൈൻഡിലേക്ക് വരരുത്. രണ്ടാമത്, നമ്മളുടെ ശീലങ്ങളെ നിരീക്ഷിക്കുക. ഈ ശീലങ്ങൾ എന്ന് പറയുന്ന സാധനമാണ് കംഫർട്ട് എന്ന് പറയുന്നത്, അഥവാ കംഫർട്ട് സോൺ. റഹീസ് ഡോക്ടർ ഭാഷയിൽ പറഞ്ഞാൽ ഫെമിലിയർ സോൺ എന്ന് പറയുന്നത്. ശീലങ്ങൾ അത് വലിയ കാര്യങ്ങളല്ല, നമ്മൾ ചെയ്യുന്ന നമ്മളുടെ മനസ്സിനെ സുഖകരമായിട്ട് നിർത്തുന്ന ശീലങ്ങൾ. ഇപ്പൊ ഉദാഹരണം, ഈ നമ്മളുടെ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ അത് നമ്മളുടെ ഒരു കംഫർട്ട് സോണാണ്. കാരണം അത് ദോഷമുണ്ടെന്ന് മനസ്സിലാക്കിയാലും അത് വലിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് എന്തോ ഒരു സുഖം കിട്ടും. ശരീരത്തിന് കിട്ടുന്നതല്ല, മനസ്സിന് എന്തോ ഒരു സുഖം കിട്ടും. അപ്പോൾ അതൊരു എനർജി കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത്യാവശ്യം മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ, വലിയ രീതിയിലല്ല ചെറിയ രീതിയിലാണെങ്കിലും മദ്യപിക്കുന്ന ഒരാളാണെങ്കിലും ശരി, ആ മദ്യപാനം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടിയിട്ടല്ല, പക്ഷെ ആ മദ്യപാനം മൈൻഡിന് ഒരു സുഖകരമായ അവസ്ഥ കൊണ്ടുതരുന്നു. അതുപോലെ തന്നെ ദിവസവും ഒരു ജസ്റ്റ് ഒന്ന് ടെൻഷൻ അടിക്കുമ്പോൾ ഒരു നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചാൽ ആ ടെൻഷൻ മാറും എന്നുള്ളത് ആ ചായയുടെ എഫക്ട് ഇതുകൊണ്ട് വരുന്നല്ല, ഗുണം കൊണ്ട് വരുന്നല്ല, അത് നമ്മുടെ മൈൻഡിന്റെ ഒരു കംഫർട്ടാണത്. ചായ കിട്ടിക്കഴിഞ്ഞാൽ
എനിക്ക് ഒരു മൈൻഡിന് ഒരു ഇത് കിട്ടുന്നു. ആ മൈൻഡിന്റെ ഒരു കംഫർട്ടാണത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ശീലങ്ങൾ നിരീക്ഷിക്കുക. ഞാൻ റെഗുലർ ആയിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ശീലങ്ങൾ എന്താണുള്ളത് നോക്കുക. ഈ ശീലങ്ങൾ നമുക്ക് ഫ്യൂച്ചറിൽ ഗ്രോത്ത് കൊണ്ട് തരുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കുക. ഫ്യൂച്ചറിൽ ഗ്രോത്ത് തരുന്ന എന്തെങ്കിലും ശീലമാണോ? ഇപ്പോൾ എൻ്റെ ഒരു ശീലമുണ്ട്. എനിക്ക് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണുന്ന ഒരു ശീലമുണ്ട്. പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ്, എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്നത് എൻ്റെ ഫോണിന്റെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വേണ്ട പറഞ്ഞ ഫോണിന്റെ ഹെൽത്ത്, എന്താ ഹെൽത്തിൻ്റെമായിട്ട് ബന്ധപ്പെട്ടെന്നുണ്ടല്ലോ, എന്തോ ഒരു ഹെൽത്ത്, ആ ഒരു ബന്ധപ്പെട്ട് ആ ഒരു ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏകദേശം 80% അല്ലെങ്കിൽ 70% യൂട്യൂബ് ആയിരിക്കും കാണിക്കുന്നത്. എന്തോ ഒരു ഹെൽത്ത്, ഫോണിന്റെ ഏതൊരു സെറ്റിങ്സിൽ ഒരു സാധനമുണ്ട്, എന്തോ ഒരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അത് നോക്കുമ്പോൾ 80% യൂട്യൂബാണ് കാണുന്നത്. പക്ഷേ എന്റർടൈൻമെന്റിന് സഹായിക്കുന്ന ഒരു സാധനം ഞാൻ യൂട്യൂബിൽ കാണാറില്ല. എന്റർടൈൻമെന്റ്, അതായത് കോമഡി കാണുക, സിനിമ കാണുക, അല്ലെങ്കിൽ ഫുട്ബോൾ കാണുക, സ്പോർട്സ് കാണുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ യൂട്യൂബിൽ ഉണ്ടാവില്ല. ഞാൻ എപ്പോഴും എനിക്ക് സഹായകരമായിട്ടുള്ള, എൻ്റെ ആവശ്യങ്ങൾക്ക് സഹായകരമായിട്ടുള്ള വീഡിയോസാണ് കാണുക. ഈ വീഡിയോസ് കാണുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും എൻ്റെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവുക മലയാളം തമിഴ് വീഡിയോസാണ്. മലയാളം തമിഴ് എനിക്ക് അത്യാവശ്യം അറിയാവുന്ന ഒരു ഭാഷയായതുകൊണ്ട് ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ എൻ്റെ. അതും എനിക്ക് എൻ്റെ മൈൻഡിനെ ഗ്രോ ചെയ്യിക്കുന്ന, എൻ്റെ സ്കില്ലിനെ വളർത്തുന്ന, എൻ്റെ തോട്ട് പ്രോസസ്സിനെ വളർത്തുന്ന കാര്യങ്ങളെ ഞാൻ യൂട്യൂബിലൂടെ കാണുള്ളൂ. അത് എൻ്റെ ഒരു ശീലമാണ്. അതായത് എൻ്റെ ഒരു കംഫർട്ട് സോൺ ആണത്. ഈ കംഫർട്ട് സോൺ എൻ്റെ ഗ്രോത്തിനുള്ളതാണെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ കംഫർട്ട് സോൺ നമ്മളുടെ ഗ്രോത്തിന് സഹായിക്കുന്നതാണോ എന്ന് നോക്കുക. അതുപോലെ നേരത്തെ, ഇപ്പം എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല, നേരത്തെ വൈകുന്നേരങ്ങളിലോ രാവിലെയോ ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ ഒരു 2 കിലോമീറ്റർ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശാലമായിട്ടുള്ള ഒരു പാടവും അതിനോട് ചേർന്ന ഒരു തോട്, ഒരു കനാല് പോലത്തെ ഒരു തോട് ഒഴുകുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റെങ്കിലും ഇതിന്റെ ഫ്രണ്ടിൽ ഞാൻ ചെലവഴിക്കുകയായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം, ഇതിന്റെ ഫ്രണ്ടിൽ ചെലവഴിക്കുമ്പോൾ എൻ്റെ ഒരു തോന്നലാണ് എനിക്കൊരു ഫ്രഷ് മൈൻഡ് ഉണ്ടാകുന്നു, എൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവുന്ന ഒരു തോന്നല് അതിന്റെ ഫ്രണ്ടിൽ തരുമ്പോൾ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ ഈ നടക്കാൻ പോകുന്ന സമയത്തൊക്കെ അവിടെ ഒരു 20 മിനിറ്റ് ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു, അന്നത്തെ ലൈഫിലും ഇന്നത്തെ ലൈഫിലും എൻ്റെ മൈൻഡിന് ഒരു മാറ്റമില്ല. ഇപ്പൊ ഞാൻ കുറെ കാലമായി അങ്ങോട്ട് പോയിട്ട് ഒരു കുഴപ്പമില്ല. അവിടെ ചെന്നിരുന്നാലേ എൻ്റെ മൈൻഡ് ഫ്രഷ് ആവുന്നുള്ള എൻ്റെ ചിന്ത മാത്രമായിരുന്നു. അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് പുതിയ തോട്ടുകൾ വരുന്നുള്ള എൻ്റെ ചിന്ത മാത്രമായിരുന്നു. ഈ തിരക്കിലേക്ക് വരുമ്പോൾ പോലും, ഞാനിപ്പോൾ ഓഫീസിലാണ് മിക്കപ്പോഴും സമയം ചെലവഴിക്കുന്നത്. ഇവിടെ വരുമ്പോൾ പോലും എൻ്റെ തോട്ട് അതേപോലെ തന്നെ നിൽക്കുന്നു, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ പല കംഫർട്ടൊന്നും നമ്മൾ കാണുന്ന പല സാധനങ്ങളും നമുക്ക് ഒരു ആവശ്യവും ഇല്ലാത്തതായിരിക്കും. അതിനെ ഉപേക്ഷിക്കുക. ഗ്രോത്ത്, ഇപ്പൊ സാറിനെ സംബന്ധിച്ചോളം ഇപ്പൊ എന്തെങ്കിലും എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു പുതിയ ഭാഷ പഠിച്ചാലും മതി. അതിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ഈ കണ്ട മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ, പക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ അത് യൂട്യൂബിലുള്ള ഒരാളുടെ ജീവിത കഥയാണത്. സാധാരണക്കാരനായിട്ടുള്ള പയ്യൻ, ഈ കോട്ടയത്ത് എവിടെയാണ് പുള്ളിയുടെ വീട്. സാധാരണക്കാരനായിട്ടുള്ള പയ്യൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്, അമ്മ നമ്മുടെ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നു. അച്ഛൻ ഓട്ടോ ഡ്രൈവർ, അമ്മ തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്നു. എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു. +2 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ മാർക്ക് കൊണ്ട് കഠിനാധ്വാനം തന്നെ, നല്ല കഠിനാധ്വാനമുള്ള പയ്യൻ എഞ്ചിനീയർ ആവാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആഗ്രഹിക്കുന്നു, എഞ്ചിനീയറിംഗിന് കോഴ്സിന് ചേരുന്നു. ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു, ഫീസ് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. കോളേജിൽ നിന്ന് പുറത്താവുന്നു. ഫീസ് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം അച്ഛന് ഉദ്ദേശിച്ച രീതിയിൽ വരുമാനമില്ല, അമ്മയ്ക്കാണെങ്കിൽ വരുമാനമില്ല, ഈ പയ്യനാണെങ്കിൽ അതിൽ കൂടുതൽ സെമസ്റ്റർ ഫീസ് അടയ്ക്കാനുള്ള പൈസ ഇല്ലാതെ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. പുറത്തേക്ക് പോയിട്ട് ആദ്യം ചെയ്ത പണി, ശ്രദ്ധിച്ച് കേൾക്കണം, ആദ്യം ചെയ്ത പണി ചെറിയ രീതിയിൽ റോഡ് സൈഡിൽ പച്ചക്കറി വ്യാപാരം തുടങ്ങുന്നു. പച്ചക്കറി വ്യാപാരം, അതായത് ചാക്ക് വിരിച്ച് ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി ഈ റോഡ് സൈഡിൽ വാങ്ങി വിറ്റ് അങ്ങനെ കുറച്ചു കാലം ജീവിക്കുന്നു. അങ്ങനെ പതുക്കെ ഓരോ കച്ചവടങ്ങൾ ചെയ്ത് ഇത് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിലേക്ക് വന്നതിന് ശേഷം പുള്ളിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം, കല്യാണം കഴിഞ്ഞപ്പോൾ വൈഫിന് ജർമ്മൻ ലാംഗ്വേജ് അറിയാമായിരുന്നു വൈഫിന്. പുള്ളി ഇത് മനസ്സിലാക്കിക്കൊണ്ട് വൈഫുമായിട്ട് ആദ്യം ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ ഓൺലൈൻ ക്ലാസ് ആരംഭിച്ചു. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ട്യൂട്ടോറിയൽ ഓൺലൈൻ ക്ലാസ് നമുക്കിപ്പോൾ നന്നായിട്ട് അറിയാവുന്നതാണ്.
ഇപ്പോൾ ജർമ്മനിയിലേക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഇപ്പോൾ അല്ല, കുറച്ച് വർഷങ്ങളായിട്ടുണ്ട്. കാരണം പല കാര്യങ്ങൾക്കും ജർമ്മനിയിൽ പൈസ വാങ്ങുന്നില്ല. ഈ വിസയ്ക്കാണെങ്കിലും അതുപോലെ തന്നെ ചില കോഴ്സുകൾ ചെയ്യാനൊന്നും അവിടെ പൈസ വാങ്ങുന്നില്ല. ഫീസ് അടയ്ക്കേണ്ട, യാത്രയ്ക്കുള്ള പൈസയും അവിടെ താമസിക്കാനുള്ള പൈസയും കരുതിയാൽ മതി. അങ്ങനെയുള്ള പല സൗകര്യങ്ങളും നമുക്ക് ജർമ്മനിയിലുണ്ട്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് അറിയാവുന്ന വൈഫിനെ കൊണ്ട് ട്യൂഷൻ എടുപ്പിക്കുന്നു. അത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3-4 വർഷത്തിനുള്ളിൽ വമ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. വമ്പൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്തെങ്ങാനുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അതിന്റെ വീഡിയോ കണ്ടതാ. ഇന്നോ ഇന്നലെ കണ്ട വീഡിയോ. കോട്ടയത്തുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായി മാറി. ഇന്ന് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു വർഷത്തെ ടേൺ ഓവർ 80 കോടി രൂപയ്ക്ക് അടുത്താണ്. ഒരു വർഷത്തെ ടേൺ ഓവർ 80 കോടി രൂപയ്ക്ക്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാതെ കോളേജ് കോഴ്സ്, മറ്റേ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ റോഡ് സൈഡിൽ പച്ചക്കറിക്കട തുടങ്ങിയ കോട്ടയത്തുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ ലൈഫ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ നമ്മളിൽ കൊടുക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, അതിന് നിലവിലുള്ള ജോലിയോ നിലവിലുള്ള ബിസിനസ്സോ ഒരു തടസ്സവും ആവരുത്. ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുക, നമ്മളുടെ പ്രൊഫഷന് വേണ്ടി, ഇപ്പോൾ ഉള്ള വരുമാനത്തിന് മാർഗത്തിന് വേണ്ടി ഒരു ദിവസം 8 മണിക്കൂറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരു കുറ്റിക്കകത്ത് കെട്ടിയിട്ട് അതിന് ചുറ്റും കറങ്ങുന്ന അവസ്ഥയിൽ പോകും. ഒരു കാരണവശാലും അതിന് പുറത്ത് കടക്കൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് സമയം എവിടുന്ന് വേണേലും കണ്ടെത്തിക്കൊള്ളുക. ഇപ്പൊ ഇന്ന് രസകരമായ ഒരു കാര്യം, എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത മോൻ +1 പഠിക്കുകയാണ്. ഞാൻ രാവിലെ എണീറ്റ് എൻ്റെ അത്യാവശ്യ ജോലികളൊക്കെ കഴിഞ്ഞിങ്ങനെ നോക്കുമ്പോൾ ഇവൻ കട്ടിൽ കിടന്നിങ്ങനെ ചുരുണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ചുരുണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചപ്പോൾ ഭയങ്കര വയറുവേദനയാന്ന് പറഞ്ഞു. എന്നിട്ട് നേരെ വാഷ്റൂം പോന്നു. വാഷ്റൂം പോയിട്ട് ഇറങ്ങുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു 8 മണിക്കുള്ളിൽ ഇവനൊരു 6-7 പ്രാവശ്യമെങ്കിലും വാഷ്റൂം പോയി. അപ്പം എനിക്ക് തോന്നി വയറിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു കാണും. അപ്പോൾ അതിന് റീസണുണ്ട്. കാരണം ഇന്നലെ അവരുടെ സ്കൂളിൽ ലഞ്ചിന് സ്കൂളിൽ എന്തോ ചിക്കൻ ബിരിയാണിയൊക്കെയാണ് കൊടുത്തത്. അത് കഴിച്ചോന്ന് ഞാൻ ചോദിച്ചു. കഴിച്ചോന്നും പറഞ്ഞു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വയറിന് പിടിക്കാത്തതായിരിക്കാം സംഭവിച്ചത്. അപ്പോൾ ഇന്ന് പോകണ്ടടാ, റെസ്റ്റ് എടുത്തേക്കാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോകണമെന്ന് വെച്ചു. വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, ഞാൻ കട്ടൻ ചായ നാരങ്ങ നീരൊക്കെ ഒഴിച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ഞാൻ വരുന്നത് വരെ ഇവൻ ഒന്നെങ്കിൽ കട്ടിൽ ചുരുണ്ട് കീറി കിടക്കുന്നു, അല്ലെങ്കിൽ നേരെ വാഷ്റൂമിൽ. ഇതാണ് രണ്ടിലേതെങ്കിലും ഒന്നാണ് പണി. ഞാൻ ഓഫീസിലേക്ക് വന്നു. ഏകദേശം 11 മണിയായപ്പോഴേക്കും എന്നെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിക്കുന്നു. ഇന്ന് മോന്റെ പേര് മാധവ് എന്നാണ്. ഇന്ന് മാധവ് സ്കൂളിൽ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നില്ല, വയറുവേദനയായിട്ട് എവിടെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. വയറിന് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഓട്ടോമാറ്റിക് അവൻ പ്രതീക്ഷിച്ചില്ല ടീച്ചർ എന്നെ വിളിക്കുന്നുള്ളത്. കാരണം എന്നെ ടീച്ചേഴ്സ് അങ്ങനെ വിളിക്കാറേ ഇല്ല. ഞാൻ വൈഫിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. പിള്ളേരുടെ സ്കൂളിലൊക്കെ വൈഫിന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോട്ടെ, എൻ്റെ സമയം പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു. എങ്ങനെയോ തപ്പി കണ്ടുപിടിച്ച് വിളിച്ചതാണ്. വിളിച്ചിട്ട് പറഞ്ഞു, അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഫുഡ് കഴിച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം, രാവിലെ മുതൽ വയറിന് പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ അവൻ ഇവിടുന്ന് ഫുഡൊന്നും കഴിച്ചില്ലല്ലോ, അല്ലെങ്കിൽ അവൻ സ്കൂളിൽ നിന്നുള്ള ഫുഡൊന്നും കഴിക്കാറില്ല, വീട്ടിൽ നിന്നുള്ള ഫുഡേ കഴിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പന്തികേട് മണത്തു. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സ്കൂളിൽ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, രസകരമായ കേസ്, കഴിഞ്ഞ ദിവസം ഈ ഓണത്തിന് നടന്ന പരീക്ഷയുടെ 2 ആൻസർ പേപ്പർ കൊടുത്തു. അത് ആൻസർ പേപ്പർ കൊടുത്തപ്പോൾ രണ്ടിനും ഒരെണ്ണത്തിൽ 40 അവന് 6 മാർക്കേ ഉള്ളൂ. ഏതാ സബ്ജക്റ്റ് എന്ന് എനിക്കറിയില്ല, 6 മാർക്കേ ഉള്ളൂ. രണ്ടാമത്തേൽ 80 18 മാർക്കേ ഉള്ളൂ. ഈ രണ്ടുമിലും മാർക്ക് വളരെ കുറവായിരുന്നു. അപ്പൊ ഇത് ഒപ്പിട്ടിട്ട് ഫാദറിനെ കൊണ്ട് ഒപ്പിട്ടിട്ട് ടീച്ചർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന്, എന്നോട് ടീച്ചർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്നോട് പറയാൻ പറ്റുന്നില്ല. ഇത് കാരണം വന്ന വയറുവേദനയും വെറുതെ പോയി. അതായത് വയറുവേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ, ചുരുണ്ടുകൂടി കിടക്കുന്നു. വെറുതെ ഒരു കാര്യമില്ലാണ്ട് എന്തോ വെറുതെ ഒരു കാര്യമില്ലാതെ വാഷ്റൂം പോയിരിക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയം. അതായത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുമെന്നുള്ള ഭയം. ഇന്നേ വരെ എൻ്റെ പിള്ളേരെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഒരു ചുക്കും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി അത് പറയാനും പോകുന്നില്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നമുക്ക് തോന്നും, നമ്മളുടെ മനസ്സിൽ തോന്നും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒന്ന് മാറി നിന്നാൽ, അല്ലെങ്കിൽ ഇടയ്ക്ക് ലീവ് എടുത്താൽ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ശരി, വീണ്ടും പറയുന്നു, അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്.
പറഞ്ഞു, വീണ്ടും പറയാം, എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ശരി, നമ്മളുടെ ലൈഫിൽ ഗ്രോത്ത് കൊണ്ടുവരുന്ന കാര്യങ്ങൾക്ക് എഫേർട്ട് എടുക്കാനായിട്ട് ലീവ് എടുത്താലും കുഴപ്പമില്ല. കാരണം ലീവ് എടുത്താൽ നമ്മൾ അല്ലെങ്കിൽ പകരം മറ്റൊരാൾ ആ ജോലി ചെയ്തോളും, ഒരു കുഴപ്പമില്ല, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നില്ല, ഗവൺമെന്റ് ജോബൊന്നും അല്ലത്. അപ്പോൾ നമ്മളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു കാര്യത്തിലും മടിക്കരുത്, മാറി നിൽക്കരുത്. അതിന് പണം ചെലവഴിക്കേണ്ടി വന്നാൽ ചെലവഴിക്കുക തന്നെ വേണം. പലപ്പോഴും പലർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്, ഗ്രോത്തിന്, വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾക്ക് പണം മുടക്കാൻ പലപ്പോഴും മടിക്കും. ഒരു മടിയും വിചാരിക്കരുത്. നമുക്കറിയാം, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണക്കാക്കുന്നത് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് പണം മുടക്കാൻ ഒരു കാരണവശാലും മടിക്കരുത്. അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ലീവ് എടുക്കാനോ, അതല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു ഹാഫ് ഡേ ലീവ് എടുക്കാനോ ഒരു ഫുൾ ഡേ ലീവ് എടുത്തിട്ട് നമ്മളുടെ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് അത് പഠിച്ചെടുക്കാനൊന്നും ഒരിക്കലും മടിക്കരുത്. കാരണം നമ്മളുടെ ലൈഫ് മറ്റാരുടെയും കയ്യിലല്ല, നമ്മളുടെ കയ്യിൽ മാത്രമാണ്. ഇവിടെ നമ്മളെ എന്താ പറയുക, നമ്മളെ പ്രചോദിപ്പിക്കുന്ന പല കാര്യങ്ങൾ പലയിടത്തുനിന്ന് വരും. അതായത് നന്നായിട്ട് ജോലി ചെയ്യുന്ന ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം, ഒരു ജോലിക്കാരനെ സംബന്ധിച്ചോളം ഓഫീസിൽ നിന്നും എപ്പോഴും പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും അഭിനന്ദനങ്ങളും കിട്ടും. ഈ സാധനം നമ്മളെ ലോക്കാക്കി കളയും. അതായത് പ്രോത്സാഹനങ്ങൾ, അഭിനന്ദനങ്ങൾ, സമ്മാനങ്ങൾ. കാരണം നമുക്കറിയാം, നമ്മുടെ സീനിയേഴ്സിനെ അറിയാം, നമ്മളൊന്ന് പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ നമ്മളെ കൂടെ നിന്നോളുന്നതെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇത്തരം ട്രാപ്പുകൾ നമുക്ക് വരും. പ്രോത്സാഹനങ്ങൾ, അഭിനന്ദനങ്ങൾ, സമ്മാനങ്ങൾ എന്നുള്ള രീതിയിൽ ട്രാപ്പുകൾ വരും. ഈ ട്രാപ്പിനകത്ത് നമ്മുടെ മനസ്സ് സുഖകരമായിട്ട് കംഫർട്ടായിട്ടിരുന്നു, ഈ ജോലി തന്നെ തുറന്നേക്കാം, എനിക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലേക്കൊക്കെ വരും. അതെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ കംഫർട്ട് സോൺ എന്നുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളെ ലോക്കാക്കി കളയുന്ന ഒരു സോൺ തന്നെയാണ്. അതിനെ ഒഴിവാക്കണം. കാരണം ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ സാറില്ലാന്ന് തോന്നുന്നല്ലോ, ഞാൻ പറഞ്ഞേക്ക് വെറുതെ ആയി. ഉണ്ട്. ഉണ്ടോ? ഓക്കെ. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക. അതായത് ഒറ്റ കാര്യം, ഒരാളും സാറിനെ സഹായിക്കാൻ പറ്റില്ല. സാറിന്റെ ജീവിതത്തിൽ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച്, ഒരു കുഞ്ഞിന്റെ അടുത്തും സഹായം പ്രതീക്ഷിക്കേണ്ട. അഥവാ കിട്ടുകയാണെങ്കിൽ കടം മാത്രമേ കിട്ടുള്ളൂ, വേറൊരു സാധനം കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ മാത്രം കയ്യിലാണ്. ഒരു കമ്പനി നിങ്ങളുടെ ലൈഫ് നന്നാക്കി കൊണ്ടു തരില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ആ കാര്യത്തിലൊക്കെ സ്വാർത്ഥത വേണമെന്നേ പറയുള്ളൂ. നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ, നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടി എപ്പോഴും സ്വാർത്ഥത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകൂ. ഒരു കമ്പനിയെ നോക്കിയിരിക്കരുത്, ഒരാളെ നോക്കിയിരിക്കരുത്, ഒരു വ്യക്തിയെ നോക്കിയിരിക്കരുത്. നമ്മളുടെ ലൈഫ് ഗ്രോ ചെയ്യാൻ എന്തൊക്കെ എഫേർട്ട് എടുക്കണോ, ഉറക്കൊഴിച്ചിരുന്നിട്ടാണെങ്കിലും എക്സ്ട്രാ ടൈം എടുത്തിട്ടാണെങ്കിലും അതിനായിട്ട് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. ഓക്കെ, താങ്ക് യു സർ. ഇത് എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു, എനിക്ക് മാത്രമല്ല. എന്തായാലും എനിക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. അല്ല, എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാൻ ഒരു ഫിയർ അല്ല, ഒരു ഷൈ. കാരണം നമ്മൾ പറയുന്നത് അബദ്ധമായിരിക്കുമെന്നൊരു തോന്നൽ. പേടിക്കേ വേണ്ട, ചോദിച്ചോ. ഇതേപോലെ ഞങ്ങൾ ഒരുപാട് ചോദിച്ചു, സാറിനെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള. സാറ് ചോദിച്ചോ ധൈര്യമായിട്ട്. സാറേ, അബദ്ധം എന്നൊന്നില്ല സാറേ. എന്താണ് ഈ അബദ്ധം എന്ന് പറഞ്ഞാൽ? അല്ല സർ, ഇപ്പോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോന്നൽ, അതാണ് അബദ്ധം എന്ന് പറയുന്നത്. നമ്മൾ ആരെയും കാണുന്നില്ലല്ലോ, ചോദിക്കാമല്ലോ. അവിടെയാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് ഈ ഇത്രയും ഇതില് തോമസ് സാറ്, നമ്മൾ സാർ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് തോമസ് സാർ എന്ന്. പക്ഷെ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയമില്ല. പക്ഷെ ആ വ്യക്തി എന്താണെന്ന് അറിയില്ല, മനസ്സിലൊരു ആരാധനയാണ്. കാരണം അവര് പറയുന്ന ഓരോ വാക്കുകളും ഭയങ്കര യൂസ്ഫുള്ളാണ്. അത് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് പരിചയമില്ല. പക്ഷെ മോർണിംഗ് ക്ലാസ്സിലും പറയാറുണ്ട് തോമസ് സാറുണ്ടോ എന്ന്. ഞങ്ങളുടെയൊക്കെ ഒരു ഗുരുവാണ് തോമസ് സാറ്. പക്ഷേ അദ്ദേഹം മറ്റ് പ്രവർത്തന മേഖലകളിലും മറ്റ് കമ്പനികളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഒരു കാലം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് അദ്ദേഹം മറ്റ് പ്രവർത്തന മേഖലകളിലാണ്. ഞങ്ങളുടെയൊക്കെ ഒരു വഴികാട്ടിയും ഗുരുവാണ് തോമസ് സാറ് എന്ന് പറയുന്നത്. അപ്പോ ഒരു കാര്യം കൂടെ, അതായത് ഈ പലരുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളതിനേക്കാൾ ഉപരി പലരുടെയും മനസ്സില് ഞാൻ എന്ന അറിയാത്തൊരു ഭാവം കിടപ്പുണ്ട്. അഹംഭാവം അല്ല അത്. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുന്നു, നമ്മളുടെ വീട്ടിലെ മക്കളോട് ഇടപെടുമ്പോൾ, നമ്മളുടെ കീഴുദ്യോഗസ്ഥരോട് അല്ലെങ്കിൽ നമ്മുടെ തൊട്ട് താഴെ വർക്ക് ചെയ്യുന്ന ആളുകളോട് ഇടപെടുമ്പോൾ, അതല്ലെങ്കിൽ നമ്മളുടെ ഈ റിലേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെക്കാൾ താഴെയുള്ളവരോട് ഇടപെടുമ്പോൾ, നമ്മൾ പോലും അറിയാത്തൊരു ഈഗോ കിടപ്പുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തു വരും. അതായത് നമ്മളെക്കാൾ താഴെയുള്ളവരോട് ഇടപഴകുമ്പോഴാണ് ഈ സാധനം പുറത്തു വരുള്ളൂ. നമ്മളെക്കാൾ പറഞ്ഞു വരുന്നത്,
ഉയർന്നവരോട് ഇടപഴകുമ്പോൾ ഈ ഒരു സാധനം വരാറില്ല. എപ്പോഴും നമ്മളെക്കാൾ താഴെ, അതിപ്പോ ഫാമിലിയുടെ ആട്ടെ, ഇപ്പൊ ഉദാഹരണത്തിന് ഭർത്താക്കന്മാരാണെങ്കിൽ ഭാര്യമാരോട് ഇടപെടുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഈഗോ രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഒരു മുൻ എന്താ പറയുക, ഒരു ഇച്ചിരി മേലധികാരത്തോടു കൂടിയ സംസാരവും പെരുമാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന്റെയൊക്കെ റീസൺ എന്താണെന്നറിയോ? നമ്മളെ പറ്റി നമുക്ക് ശരിക്കും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്. അതായത് ഞാൻ എന്ന വ്യക്തിക്ക് എന്നെ എത്ര പേർക്ക് അറിയാമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് എത്ര പേരെ അറിയാം? കൂടിപ്പോയാൽ 10,000 അല്ലെങ്കിൽ 1,00,000. ഇതിനപ്പുറത്തേക്ക് ആളുകൾ എനിക്കറിയാവോ? ഇല്ല. ഇല്ല. എന്നെ അറിയാവോ? 10,000 അല്ലെങ്കിൽ 1,00,000 ആളുകൾക്ക് അപ്പുറം എന്നെ അറിയാവോ? അറിയില്ല. അറിയാം. അറിയില്ല. അറിയാം. അറിയില്ല. 1,00,000 ആളുകൾക്കൊന്നും എന്നെ അറിയില്ല. 1,00,000 അല്ലെങ്കിലും ഒരു വിധമുള്ള ആൾക്കാർ, കാരണം ഇപ്പോ എന്താ ഷെയർ മാർക്കറ്റ് എന്ന് നമ്മൾ സെർച്ച് ചെയ്താൽ സാറുടെ ഇതെല്ലാം ഡീറ്റെയിൽ വരും. അപ്പൊ അങ്ങനെ ആരെല്ലാം തിങ്ക് ചെയ്യുന്നോ അങ്ങനെയുള്ളത് കുറെ സാർ അറിയാതെ തന്നെ സാറിന് അറിയുന്നത് കുറെ പേരുണ്ടാവും. എന്നെ പോട്ടെ, 10,00,000 പേർക്ക് എന്നെ അറിയാം. 10 ലക്ഷം എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു മാക്സിമം ഒരു 50,000 എബോവ് 50,000 പീപ്പിൾസ് ഒക്കെ എങ്ങനെ അറിയാം? ശരി, 1,00,000 പേർക്ക് എന്നെ അറിയാം. ശരിയല്ലേ? ഓക്കെ. ഓക്കെ. ഇവിടെ ചിന്തിക്കുക, ഞാൻ എന്ത് ചെയ്താലും അല്ലെങ്കിൽ എന്ത് പ്രവർത്തിച്ചാലും ഈ 1,00,000 താഴെയുള്ള ആളുകൾക്ക് മാത്രമേ പരമാവധി എഫക്റ്റ് ചെയ്യുള്ളൂ. അതെ. അല്ലേ? അതെ. നല്ലത് വിചാരിച്ചാലും ചീത്ത വിചാരിച്ചാലും, അല്ലെങ്കിൽ എന്നെ പറ്റി നന്നായിട്ട് വിചാരിച്ചാലും തെറ്റായിട്ട് വിചാരിച്ചാലും, എന്ത് സാധനം സംഭവിച്ചാലും പരമാവധി 1,00,000 ആളുകളിലേക്ക് എത്തുള്ളൂ. ഇനി അതെ. അതിലേക്ക് ആളുകളിലേക്ക് ഞാൻ എത്തണമെങ്കിൽ അതുപോലെ എന്തെങ്കിലും, ഒന്നെങ്കിൽ നല്ല രീതിയിൽ വളരുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോക്രിത്തരം ചെയ്യുക വേണം. അല്ലെ? അതെ. ഇത് രണ്ടേ ഉള്ളൂ സാധ്യത. അപ്പൊ അതെ. എന്നാൽ പോലും 700 കോടി ജനങ്ങളുള്ള ലോകത്തില് എന്നെ അറിയാവുന്ന, എന്റെ ചെയ്തികൾ ബാധിക്കുന്ന 1,00,000 പേരിൽ താഴെയുള്ളൂ. അപ്പൊ ഞാൻ എത്ര ഞാൻ എത്ര വലിയ ആളാ? അപ്പോ 700 കോടി ജനങ്ങൾ പോട്ടെ, ആ, മലയാളികളിൽ ഞാൻ എന്ത് കാണിച്ചാലും പരമാവധി അറിയുന്നത് 1,00,000 പേരാണ്. അതെ. അപ്പൊ ബാക്കി 3,40,000 അത്രയും ആളുകള് വല്ല രീതിയിൽ ചെയ്യും. അറിയില്ല. അപ്പൊ ഞാൻ എന്ന വ്യക്തി എന്ത് നിസ്സാരരാണ്. ഒന്ന് ചിന്തിക്കുക, അതെ. ഞാൻ ആരോടെങ്കിലും എന്റെ മാനസികമായിട്ട് ഒരു ഈഗോ കാണിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു അധികാര ഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ ആരോടാ കാണിക്കുന്നതെന്ന് ചിന്തിക്കണം. എന്നോട് തന്നെ, നമ്മളോട് തന്നെ. അതെ, അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? യാതൊരു ആവശ്യമില്ല. ഇതേ കാര്യം തന്നെയാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും. ഒരാളും ഒരു ചുക്കും വിചാരിക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അതിന് സിമ്പിൾ ആയിട്ട്, ഇപ്പൊ മറ്റൊരാളെ പറ്റി സാർ ചിന്തിക്കുന്നുണ്ടോ? അവൻ അത് ചെയ്തല്ലോ ഇത് ചെയ്തല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടോ? നേരമുണ്ടോ സാറിന് അതിന്? ഇല്ല. ഇല്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്താലും മറ്റുള്ളവർക്ക് ഒരു എഫക്റ്റും ഇല്ലാതെ, അവർക്ക് അത് ചിന്തിക്കാൻ നേരമില്ല. അപ്പോ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് 700 ജനങ്ങളിൽ വെറും 1,00,000 താഴെ മാത്രമേ എന്നെ അറിയാവുന്ന ആളുകളുള്ളൂ. ബാക്കി ഇത്രയും വലിയ ജനസമൂഹത്തിനിടയിൽ ഞാൻ വെറും ഒരു അണുവാണ്. ഇത്രയേ ഉള്ളൂ ഞാൻ. അപ്പോ മനസ്സിലാവും. അതിന് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്, നമ്മുടെ ഇപ്പൊ ശരൺ സാർ ഇവിടെ ഇരിപ്പുണ്ട്. ശരൺ സാർ എന്നുണ്ടെങ്കിൽ 18 വയസ്സ് തികഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അത്രയും പോലും ആയിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോ ശരൺ സാറിന് ഉൾപ്പെടെ ഞാൻ ഈ നിമിഷം വരെ ശരൺ സാറേ എന്നല്ലാതെ സംബോധന ചെയ്തിട്ടില്ല. ഈ നിമിഷം വരെ, പരിചയപ്പെട്ട അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഒരാളെ സാറേ എന്നോ മാഡം എന്നോ അല്ല എന്നുള്ള രീതിയിൽ, അതായത് എൻ്റെ റിലേറ്റീവ്സിനെ, ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നാട്ടുകാരെ അല്ലാതെ ഞാൻ പരിചയമുള്ള മറ്റൊരാളെ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ സാറെന്നോ മാഡം എന്നോ ഞാൻ അവരെ അങ്ങനെ അഭിസംബോധന ചെയ്യാറുള്ളൂ. ഈ നിമിഷം വരെ ഈ ഇരിക്കുന്ന ആരോട് ചോദിച്ചാലും പറയും, ഒരാളെ ഞാൻ പേരെടുത്ത് വിളിക്കുമ്പോൾ അതിൻ്റെ അവസാനം സാറെന്നോ മേമെന്നോ ഉണ്ടായിരിക്കും, ഇല്ലാതെ ഞാൻ സംബോധന ചെയ്യാറില്ല. കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെക്കാൾ എത്രയോ പടി മുകളിലാണ് ഇവരെല്ലാവരും. അപ്പൊ പിന്നെ എനിക്ക് ഈഗോ എന്ന് പറയുന്ന സാധനം എൻ്റെ അടുത്ത് കൂടെ പോകില്ല. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ള ഒരു ചിന്തയും എന്നിലേക്ക് വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഈ കാര്യത്തിൽ കത്തിവെക്കാനുള്ളൂ. ഇല്ല സാർ, സാർ പറഞ്ഞതെല്ലാം കാര്യങ്ങൾ കറക്റ്റ് ആണ്. പക്ഷെ എൻ്റെ ഒരു ഇത് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ട് എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തായാലും ഉപകാരമാണ്. മോസ്റ്റ്ലി ഒരു 90% ആൾക്കാർക്കും ഇതിലുള്ളവർക്കും ഉപകാരമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. അതാണ് ആ കോൺഫിഡൻസ്. കാരണം ഞാനും ഒത്തിരി ഇത് കേട്ടിട്ടുണ്ട്, കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക, കേൾക്കുക എന്നല്ലാതെ നമ്മൾക്ക് ആ പ്രവൃത്തി, പ്രാക്ടിക്കലായിട്ട് ആ പ്രവൃത്തി എന്നുള്ളത് നമ്മൾ ചെയ്താലേ നമ്മളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും.
തീർച്ചയായിട്ടും അല്ലേ സാറേ? തീർച്ചയായിട്ടും. കാരണം ആക്ഷൻസ് ഇല്ലാതെ ഒരു ഡ്രീമും നടക്കാൻ പോകുന്നില്ല. ഉം. അതിനാവശ്യമായിട്ടുള്ള ആക്ഷൻസ് ഇല്ലാതെ ഒരു സാധനം നടക്കാൻ പോകില്ല. അപ്പൊ ആക്ഷൻസിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുക. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ മറ്റ് പ്രവർത്തന മേഖലകളിലൂടെ വൈദഗ്ധ്യം നേടാനായിട്ട് പ്രവർത്തിക്കുക. അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമൊന്നുമില്ല. രക്ഷപ്പെടാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് എപ്പോഴും. അതോടൊപ്പം പ്രവൃത്തിയാണ് നമ്മൾക്ക് വേണ്ടത്. വേറൊരു കാര്യം കൂടെ ഞാനൊന്ന് ലിങ്ക് ചെയ്ത് പറയാണ്. അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് എൻ്റെ മൈൻഡിലുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു അത് അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ, എൻ്റെ ജോലിയിൽ, എൻ്റെ തൊഴിലിൽ ഞാൻ എന്നും വൈകുന്നേരം ലോകത്തിലെ ഏറ്റവും മിടുക്കനായ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ചെയ്യാം. ഒന്നുകൂടെ പറയാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ തൊഴിൽ, എൻ്റെ പ്രവർത്തന മേഖല എല്ലാ ദിവസവും വൈകുന്നേരം ലോകത്തിലെ ഏറ്റവും മിടുക്കനായ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട രീതിയിലാണ് ഞാൻ ചെയ്യുക. അതായത് ഒന്ന് ശ്രമിച്ചു നോക്കുക. നമ്മളുടെ ഒരു എക്സ്ക്യൂസുകളും ആ മിടുക്കനായിട്ടുള്ള ഹയർ അതോറിറ്റിക്ക് ഒന്നും അല്ലാതെ ആയിരിക്കും, അല്ലേ? പലതും. അതായത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ലോകത്തിലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ. ഇപ്പോൾ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണെങ്കിൽ അങ്ങനെ, ഞാൻ എന്ത് തൊഴിൽ ചെയ്യുകയാണെങ്കിൽ, ഞാനൊരു ഡ്രൈവർ ആണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരം ലോകത്തിലെ ഏറ്റവും മികച്ച ഡ്രൈവർക്ക് ഞാൻ ഇന്ന് ചെയ്ത എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സമർപ്പിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇങ്ങനെ ഉണ്ടാവും. അവിടെ നമ്മളുടെ ഒരു എക്സ്ക്യൂസുകൾക്കും സാധനം ഉണ്ടാവില്ല. അതെ. അപ്പോൾ നമ്മളുടെ ഓരോ പ്രവൃത്തിയും ഇന്ന് വൈകുന്നേരം നമ്മളുടെ ലോകത്തിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ഒരു ഹയർ അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അത് ചിന്തിക്കുമ്പോൾ അതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കും കൂടെ വേണ്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള ഔട്ട്പുട്ട് ലഭിക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും. അത്രേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ പിന്നെ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല. പിന്നെ സ്റ്റോക്ക് എടുക്കാൻ പോകേണ്ടി വരും. ഓക്കെ, താങ്ക് യു സർ. വളരെ നന്ദി സർ. നമ്മൾ പ്രയത്നിക്കാം. യെസ് സാർ, യെസ് സാർ, താങ്ക് യു. താങ്ക് യു സർ. ഇനി വേറെ പറയൂ സർ. ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിച്ചാലോ? അവസാനിപ്പിക്കാം സർ. എനിക്കൊരു മീറ്റിംഗിന് ടൈമായി. 7:15 മീറ്റിംഗ്. ഓക്കെ സർ. താങ്ക് യു. Thank you very much.